നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് തുടരാൻ പോവുകയാണ്. ഇന്നത്തെ ഈ ആരാധന, ഇന്നത്തെ ഈ കൺവെൻഷൻ, ഇതെല്ലാം ദൈവനാമം ഉയർത്തുവാൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താൽ സ്തോത്രത്തോടെ ദേശങ്ങളിലായിരിക്കാം ക്ഷേമിക്കുന്നത്. ഇവിടെ ആരെയും നമ്മൾ കാണിക്കാനോ ഒന്നുമില്ല. ഉള്ളത് ദൈവനാമം മാത്രമാണ്. ഇവിടെ യേശുവിന്റെ നാമം മാത്രമാണ്. അവന്റെ കൃപയാൽ മാത്രമാണ്. ഇതുവരെ നമ്മളെ നടത്തിയ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാം. ദൈവസന്നിധി വണ്ടി കൺവെൻഷനെ ദൈവത്തെ എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ അങ്ങനെ ദാസനെ ഉപയോഗിക്കണമേ കർത്താവേ. കോയലും പാടുമ്പോൾ കർത്താവേ അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനകൾ, ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഇന്ന് രാത്രി ഞങ്ങൾ സംസാരിക്കണമേ കർത്താവേ. വന്നതുപോലെയല്ല, ഇരട്ടി ബലം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന വൺ ഡേ കൺവെൻഷൻ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാണ്. അതിനുവേണ്ടി ഓപ്പണിംഗ് പ്രയറായി ബ്രദർ അനിലിനെ ക്ഷണിച്ചുകൊള്ളു. കർത്താവിന്റെ സ്തോത്രം. അല്പനിമിഷങ്ങൾ നമ്മുടെ കണ്ണുകളെ അപർവ്വതങ്ങളെ ഉയർത്താം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നൽകാം. നമ്മെ തന്നെ താഴ്ത്തി സമൂഹമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ഈ ദിവസമായ സ്ത്രീകളെ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സുഖസ്നായ നല്ല വിനീതമായ സന്ധ്യാസനമായ കർത്താവേ നിന്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥന ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച തീരുമാനിച്ച കർത്താവേ ഈ കൂട്ടായ്മ ഇന്ന് സന്ധ്യാസമയം കർത്താവേ ദൈവമേ ഒരു ഏകത ഗണേഷായ കർത്താവേ ഞങ്ങൾ അറിഞ്ഞു വരുന്നു. കഴിഞ്ഞ ഓരോ ദിനങ്ങളും ദൈവത്തിന്റെ കർത്താവിനെ പരിപാലിച്ച് സൂക്ഷിച്ചു. ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം നല്ല നന്മകൾ നൽകി ജോത്സവമായ കർത്താവ് അനുഭവമില്ല ശത്രുഭാഗം യേശുവിന്റെ ദൈവത്തിന്റെ സകല മഹത്വം കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾ പ്രതിമയെ കൂട്ടായ്മ ഏൽപ്പിക്കുന്ന കർത്താവെ ആദ്യോടൊപ്പം ദൈവമേ അങ്ങെടുത്ത സ്ഥാനത്ത് കർത്താവെ കൂടെയുള്ള എല്ലാ ദൈവമേ ദൈവത്തിനാണ് കർത്താവ് സഹായിക്കണം. സകല മാറ്റമില്ലേ കർത്താവെ സമയത്ത് അത് കൂട്ടി വന്ന ദൈവമേ ദൈവികമായ താഴ്ച സമൂഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ സ്തോത്രം. ഈ ഹോളിനെ ക്രൂസിനെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാധ്യമങ്ങളെ പാട്ടുപാടുന്ന അവ എല്ലാ പരിപാടിയും ഈ സന്ധ്യാസം ഏൽപ്പിച്ച് അതിനെപ്പെട്ട കുഞ്ഞാളാതെ യേശുക്കൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങൾക്കല്ല കർത്താവെ അങ്ങയുടെ നാമഹത്വം എന്റെ സന്ധികൾ സഹായിക കർത്താവെ ഇവരുടെ സഹോദരങ്ങളും കുട്ടികളും കുറവെല്ലാം ഒരിക്കലും കർത്താവെ ഏറ്റുവന്നു കാലം ഞങ്ങൾ കണ്ടുകി ദൈവമേ ശുദ്ധീകരിച്ച് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുക. അങ്ങേക്ക് വേണ്ടി ചോദിപ്പാക്കണം. ഈ രാത്രി ഞങ്ങൾ ഒഴിക്കാതെ സഹായിക്കാവേ ഒരു പുത്തൻ ശക്തി, ഒരു പുത്തൻ ബലം താവേ. എന്ത് രാത്രി ഞങ്ങളുടെ താവേ ഒന്നുമില്ല താവേ ഏതുമില്ല സമ്പൂർണ്ണമായി താവേ സമർപ്പിക്കുന്നു. കഥാവെ ഞങ്ങൾപ്പെട്ട അവിടുത്തെ വലിയ ദാസായ സ്തോത്രം. ഈ രാത്രി കഥാവെ മാനുഷികമായ ഒന്നുമല്ല കഥാവെ ഒരു പുത്തൻ ശബ്ദം കർത്താവേ ഹല്ലേലൂയ ആളുകളെ തകർക്കുന്ന ഹല്ലേലൂയ ഈ കോടമേ തകർക്കുന്ന ആൺപേരുകളെ പ്രസവിക്കുമാറാകുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി കർത്താവേ അധികമായി അങ്ങനെ മുദ്രയെ ഏൽപ്പിക്കുന്നു. അങ്ങ് ബലപ്പെടുന്ന സഹായകരുടെ കർത്താവേ ആളുകളുടെ കർത്താവെ കൂടിക്കണം. കർത്താവെ അവരെ കേട്ട് കർത്താവെ കോരത്ത് വേണ്ടി മാറ്റുപോലെ ഇതിനകത്തുള്ള ദിവസമായിരുന്നു എല്ലാ ദിവസവും ഏൽപ്പിക്കുന്നു. അങ്ങനെ സാധ്യത മറിച്ചാണ് എല്ലാവരും പ്രാർത്ഥന സ്തോത്രം രണ്ടാമത്തെ മോഹത്തോണ്ടാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ പാട്ട് പാടുവാൻ ഈ സമയം അടുത്ത സമയം നമ്മുടെ കൊയർ മുന്നോട്ട് വന്ന് നമ്മൾ പ്രൈസ് ആഘോഷം ലീഡ് ചെയ്തതായിരിക്കും. ആ സമയം ഒന്ന് രണ്ട് വാക്കുകളോട് പറഞ്ഞുകൊണ്ട് അവരെ സെറ്റ് ചെയ്തതനുസരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന ചാപ്പന്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഭാഗമായിട്ട് ഇന്ന് കൺവെൻഷന് വന്നേക്കുന്ന എല്ലാവരും കർത്താവായ യേശു സ്നേഹത്തിൽ എന്റെ സ്നേഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന കർത്താവ് ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോയ് പാറകളോടും നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. സകലതും ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ യേശുവിന് സ്വാതന്ത്ര്യമുണ്ട്. പ്രാപിച്ചോടെ ദൈവത്തിനായി സ്തുതിക്കുന്നു. യേശുവിൽ പ്രാപിച്ച സ്വാതന്ത്ര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന സിംഗേഴ്സ് ചാപ്പലിന്റെ സിംഗേഴ്സ് അവര് നമ്മുടെ പ്രാർത്ഥനയിൽ പാട്ടുപാടുന്നതിന് ലീഡ് ചെയ്യുന്നതായിരിക്കും. സിസ്റ്റർ ജെലിയാക്ക് വേണ്ടി ക്ഷണിച്ചോളൂ. സ്വർഗത്തിൽ there is a continuous worship. Hallelujah. ദൈവത്തിന് പറഞ്ഞ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എങ്ങനെ? അവരുടെ കിരീട
നമ്മളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അതാത് സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീവ് വർഗീസ് പ്രാർത്ഥനാധ്വനി വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ മുന്നോട്ട് വരികയും ഇനാഗ്രൽ പ്രയറും അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നിന്നും വായിക്കുന്നതായിരിക്കും. നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ദൈവത്തിന്റെ തിരുവചനം ഒന്ന് എടുക്കും. 42-ാം സങ്കീർത്തനം വാക്യം പ്രതി വാക്യമായി വായിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിലെ ഒടുവിലത്തെ വാക്യം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാവരും ഉറക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാം ദൈവത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു നിലച്ചു അത്യന്തപരമായി ഈ സന്ധ്യയ്ക്ക് നമ്മെ നടത്തിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് ആ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 42-ാം സങ്കീർത്തനം Psalms 42. ഹല്ലേലൂയ, സ്തോത്രം. മാൻനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുഴഞ്ഞിറങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ തീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ ആത്മാവിനെ നീ വിഷാദിച്ചുഴഞ്ഞിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖം പ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയ ആരാധനയ്ക്ക് യോഗ്യം നമ്മുടെ കർത്താവ് മാത്രം. സ്തുതികൾക്ക് യോഗ്യം നമ്മുടെ ദൈവം മാത്രം. ആ ദൈവം നമ്മെ വീണ്ടെടുത്തു ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ദൈവത്തിന്റെ കരുണ എത്ര ഈ സന്ദേഹ കർത്താവിന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ഹാലലിയോഹാമേ കൺവെൻഷൻ ആമേ ദൈവനാമത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവം അതിനെ പ്രകാരമാണ് പറയുന്നത്. രണ്ടുപേർ ഐക്യമെത്തപ്പെട്ട് ഭൂമിയിൽ നിന്ന് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ട നൽകാമെന്നുള്ള ദൈവത്തിന്റെ തിരുവചനം ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ സഹോദരി സഹോദരന്മാർ ദൈവദാസന്മാർ എല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ഹോളിനകത്ത് വെളിപ്പെടുക. കടന്നു വന്ന ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുക. സ്വർഗം സഹായിക്കും. ഈ കൺവെൻഷൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടുക. സ്വർഗമടയാക്കും. അതിനായി എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നാം ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഏകാഗ്രതയോടെ ദൈവമേ ഇന്ന് സന്ധ്യകൾ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഇന്ന് രാത്രി ഞങ്ങളോട് വ്യക്തമായി ഇടപെടണം. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദാസനെ അഭിഷേകത്തിന്റെ നിറവിൽ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒരുപോലെ ആഗ്രഹിക്കട്ടെ. ഐക്യതയോടെ പ്രാർത്ഥിച്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൺവെൻഷൻ നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. വീണ്ടുവടിയങ്ങൾക്ക് ഒരു സന്ധ്യാസമയം കൂടെ കാണുക. സ്വർഗം ഞങ്ങളെ ഇടയാക്കിയ വൻകൃപകൾക്കായി സ്തോത്രം. ഈ സന്ധ്യയ്ക്ക് ദൈവശ്രീ കടന്നു വന്ന് അവരെ പ്രാർത്ഥിപ്പാൻ കൃപ തന്നു, പാടുവാൻ ദൈവത്തെ ആരാധിപ്പാൻ കൃപ തന്നു. തുടർന്നും കർത്താവിന്റെ സന്നിധി ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ധ്വനിയുടെ ചാപ്റ്ററിന്റെ പ്രാർത്ഥന ഹാലലുയ
സംഗമമാണ് അവർ കൺവെൻഷനായി നടത്തുവാൻ കഴിഞ്ഞ നാൾ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഹോളിനകത്ത് പ്രാർത്ഥനാധ്വനിയുടെ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടത്തുവാൻ സ്വർഗം ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കഴിവല്ല നാഥ, ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യം ഒന്നുമല്ല, അങ്ങയുടെ കരുണയൊന്നു മാത്രമാ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാ. ഈ സന്ധ്യക്ക് വലിയ ആഗ്രഹത്തോടെ വലിയ വാഞ്ചയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ള അവനുള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ ആത്മാവ് ഹോളിനകത്ത് വ്യാപരിക്കുന്ന വന്ത്രമകൾക്കായി സ്തോത്രം. അങ്ങനെ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, സഹോദരിമാർക്കായി സ്തോത്രം, സഹോദരന്മാർക്കായി സ്തോത്രം, അങ്ങനെ വിലപ്പെട്ട അഭിഷിക്ത ദാസന്മാർക്കായി സ്തോത്രം. അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഹോളും പരിസരവും കുഞ്ഞാട് രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരിങ്ങനെ ചുറ്റുപാടുകളിൽ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അങ്ങനെ പൊന്നുപാതവളത്തിൽ ഇരിക്കട്ടെ. വീണ്ടും അങ്ങനെ ആരാധിപ്പാൻ കൃപ നൽകണം, പ്രാർത്ഥിപ്പാൻ കൃപ നൽകണം. അങ്ങനെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണം. ഈ സന്ധ്യയിൽ ഞങ്ങളുടെ നാടുവിൽ ഞങ്ങളുടെ വചനം ഘോഷിപ്പോ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്ത ദാസനായ സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തമായി ഘോഷിപ്പോ ഞങ്ങളുടെ ദാസനെ അങ്ങ് ശക്തീകരിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ട ആലോചന, ഞങ്ങൾക്ക് വേണ്ട ദൂത് ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകി. വചനത്തിലൂടെ വിടുതൽ ഞങ്ങളുടെ പകർന്നിരിക്കുക. അങ്ങനെ നാമ മഹത്വം എടുക്കുക. അങ്ങനെ വചനം ഞങ്ങളെ വിടുവിക്കുക. അങ്ങയുടെ വചനം ഞങ്ങളെ സൗഖ്യമാക്കുക. ഈ സന്ധ്യ കടന്നു വന്ന അങ്ങയുടെ ജനത്തോട് അങ്ങ് മനസ്സറിയണം കർത്താവേ. ഞങ്ങളുടെ ദാസനായ സ്തോത്രത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. അല്പസമയങ്ങളുടെ പൊന്നുപാതോടെ നിലനിൽക്കട്ടെ. ഇന്ന് സന്ധ്യയിൽ ഈ പ്രാർത്ഥനാധ്വനിയുടെ ചാപ്റ്ററിന്റെ കൺവെൻഷന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹിച്ചിരിക്കുക. ദൈവനാമ മഹത്വപ്പെടുത്തിരിക്കുക. പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തന്നിരിക്കുക. വിശ്വാസത്തോടെ എല്ലാ കരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടെ ദൈവസ്ഥിതിരുന്നാണ്. ഒന്ന് രണ്ട് നിമിഷം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്വീൻ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് കർത്താവ് ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ദൈവം കൊടുത്ത ഒരു കാഴ്ചപ്പാടാണ്. അത് ഏകദേശം 2000-ലാണ് ഇതുപോലെ ഇതിനൊരു തുടക്കമിടുന്നത്. ആ 2000 മുതൽ ഇന്ന് 25 ആകുമ്പോൾ എത്ര വർഷമായി? ഓൾമോസ്റ്റ് 25 വർഷമായി. ആ 25 വർഷത്തിൽ ദൈവം അനേകം കൂടി പ്രാർത്ഥിക്കുവാൻ, അനേക വിടുതൽ, അനേക സൗഖ്യങ്ങൾ, അനേക രാജ്യങ്ങൾ ചാപ്റ്റേഴ്സ് തുടങ്ങുവാൻ ഈ പ്രാർത്ഥനാ ധ്വനിയിലെ അല്ലെങ്കിൽ ദൈവം സഹായിച്ചു. ഈ ഒരു തുടക്കം നിസ്സാരമായ ചെറിയൊരു ഭവനത്തിൽ ഗുജറാത്തിൽ ജാംനഗറിലാണ് ഇതിന്റെ തുടക്കം. പക്ഷെ അവിടുന്ന് ദൈവം ഇവിടം വരെ കൊണ്ടുവന്ന് ഇവൻ കുവൈറ്റിലുമുണ്ട്, കാനഡയിലുണ്ട്, അയർലൻഡിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളും അതിലൊരു ഭാഗമാണ്. നമുക്ക് അനേക വിഷയങ്ങൾ നമുക്കറിയാം. നമ്മൾ പ്രയർ കോർഡിനേറ്റേഴ്സ് എല്ലാം നമ്മൾ പ്രയർ വിഷയം എല്ലാ മാസവും ഇവിടെ ഫസ്റ്റ് സാറ്റർഡേയിൽ നമ്മളിവിടെ കൂടാറുണ്ട്. ആ സമയത്തെല്ലാം അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അനേക വിടുതൽ, അനേക സൗഖ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് അനേക വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സത്യമാണ്, ഈ പ്രാർത്ഥന ധ്വനിയുടെ പേര് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന വെറുതെ അല്ല പോകുന്നത്, കാറ്റത്തല്ല പറന്നു പോകുന്നത്. എന്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം കേൾക്കുന്ന ദൈവമാണ്. മലയാളത്തിൽ എഴുതിയിരുന്ന അവൻ ചെവി ചായ്ച്ച് കേട്ടെന്നാ പറയുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അല്പനിമിഷങ്ങൾ, ഓരോ മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2 പേര് സഹോദരിമാരുടെ ഭാഗത്ത് ഞാൻ ഒരു പേര് പറയും, സഹോദരന്മാരുടെ ഭാഗത്ത് പേര് പറയുമ്പോൾ കൺവെൻഷൻ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കർത്താവദാസൻ ബെൻസൺ ദാനിയേൽ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നല്ല ആരോഗ്യം ബലം കൊടുക്കാൻ വേണ്ടി, കാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനേക പ്രാർത്ഥന
പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതെല്ലാം മാറ്റി അതെല്ലാം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സനിപാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോയ് പാറയ്ക്കലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മളോട് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മെല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് സിസ്റ്റർ സിബി സഞ്ജു, അതിനുശേഷം സഹോദരന്റെ ഭാഗത്ത് നിന്ന് ബ്രദർ മോൻസി മുന്നോട്ട് വന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നല്ല വൈകിസമയത്തിനായ കൃഷ്ണയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ പാദപീഠത്തിൽ കർത്താവെ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. പ്രാർത്ഥന ജൂനിയർ ചാപ്റ്റർ കർത്താവെ ദേശത്ത് ഇന്ന് തുടങ്ങി മുതൽ ഈ നിമിഷം വരെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേൽ ദൈവശക്തി വ്യാപരിച്ചതോ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളുണ്ട് കർത്താവിന്റെ എല്ലാ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ ദിവസമാക്കി തീർക്കണം, വിടുതലിന്റെ ദിവസമാക്കി രാത്രി ആയി തീർക്കുവാൻ ദൈവം സഹായിക്കണം. അങ്ങ് കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തി ഞങ്ങൾ എല്ലാവരിലും ഒന്ന് പകരട്ടെ കർത്താവെ. അപ്പോൾ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകന്റെ കാഴ്ചപ്പാട് കർത്താവെ അപ്പച്ചനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായവരെ മാനിക്കണം കർത്താവെ. അപ്പൊ ദേശമെമ്പാടും കർത്താവെ ഇത് വളർന്ന് കർത്താവെ അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ ഇവരെ സഹായിക്കുമാരണമേ കർത്താവെ. സജിബാസിന് കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അവരുടെ സഹായിക്കണേ. പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീഷ്യൽസിനെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ അവരിൽ പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേൽ ദൈവശക്തി വ്യാപരിച്ചു കർത്താവെ. അങ്ങയുടെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതോട്ട് അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഒന്നിനും പുകടുവാനില്ലപ്പ. അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്ക് പറയുവാൻ ഒന്നുമില്ലപ്പ. ദൈവസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മേലൊന്ന് പകരട്ടെ. ദൈവശക്തി ഞങ്ങളുടെ മേലൊന്ന് പകരട്ടെ കർത്താവെ. ഇന്ന് ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിട്ടെങ്കിൽ ഇന്നത്തെ രാത്രി അവർക്ക് ആശ്വാസം നൽകുവാൻ വിടുതലായി തീരുവാൻ സഹായിക്കുവാനാണവേ. ഇന്ന് വലിയ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു നിമിഷമാക്കി അപ്പോൾ തീർക്കുവാനാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വന്നത് പോലല്ലപ്പ മടങ്ങി പോകുന്ന ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചതായി കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ. ദേവദാസൻ വചനമായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവെ അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടപ്പ കർത്താവെ. മനുഷ്യ ശബ്ദമല്ല, ദൈവ ശബ്ദം ഞങ്ങളിന്ന് കേൾക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ കർത്താവ് ഒരു പടി കൂടെ അപ്പച്ചനോട് അടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെ എല്ലാവരെയും നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണം. ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണം. ദൈവകൃപ ഞങ്ങൾ ഓരോരുത്തരും പകരുമാറാണമേ. ആദ്യോരന്തം ദൈവ സാന്നിധ്യം പകരാണ് കർത്താവെ. അപ്പച്ചൻ തന്നെ ലീഡ് ചെയ്യുന്നതോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അപ്പച്ചന്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നതായി തീരണം. അപ്പച്ചൻ പ്രാർത്ഥന വേടിക്കായി സ്തോത്രം, ത്രിമണിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. സ്തോത്രം 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 സ്തോത്രം. പിതാവേ കരുണയുള്ള കർത്താവേ ഹല്ലേലൂയ. നല്ല ഈ വൈകിവേളയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു നാമ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളാടികൾ കർത്താവേ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവേ ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ ഹല്ലേലൂയ. ദൈവവാടികളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. എത്രയാ ഹല്ലേലൂയ അവതരണത്തിലൂടെയായി സംഭവിച്ചു കർത്താവേ. അനേക രോഗത്തിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവേ ദുഃഖിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഹല്ലേലൂയ അടിയങ്ങളെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഈ അവന്റെ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥനാതുരയുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക രാജ്യങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ കർത്താവേ ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ഇടുവൻ നിൽപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ മക്കളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഭാഷയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മകനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബമായി മാനിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ നടക്കുന്ന എല്ലാ ഹല്ലേലൂയ കൂടിവരവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ പ്രവർത്തനങ്ങളെ കർത്താവേ ധാരാളമായി മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിയങ്ങളുടെ ഹാലിയ ചെറിയ കൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലിലേക്കാൻ പിടിക്കുന്ന ദേവദാസന്മാരെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓർത്ത് ഹാലിയ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബമായി മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകനെ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സഭയെ നീ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ദൈവമക്കളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങളുടെ ഇന്നത്തെ കൺവെൻഷൻ കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള കർത്താവേ, ദൈവങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമാനം ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ട്, ഹല്ലേലൂയ വിഷമത്താൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ മാറ്റമില്ലാത്ത വചനം അയച്ച് വിടുതൽ കൊടുക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവേ നീ മറുപടി തരുവാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അടിയങ്ങളുടെ ആഗ്രഹം അയച്ചിരിക്കുന്ന ദേവദാസനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, നീ ബലപ്പെടുത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നു, ആരോഗ്യവും ബലവും കൊടുക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അടിയങ്ങൾക്ക് വേണ്ട വചനം തന്നെ ഹാലലുയ ലഭിച്ചിരിക്കാൻ സ്തോത്രം കർത്താവേ, ആദ്യോടൊന്ന് കർത്താവേ ഹാലലുയ കൂടി വരെ മാനിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൊയ്ത്തിൽ ഹാലിയ കിട്ടിയവരെ പോലെ ഹാലിയ മടങ്ങി പോകാൻ അടികൾ ഒരുക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സകല അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ അടികൾക്കും വേണ്ടി ചെയ്യുന്നോട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മൾ ഇനിയും അടുത്തെന്ന് പറഞ്ഞ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി അവർ ഒരുങ്ങുകയാണ്. അതിന് കൊയറിലെ പ്രാർത്ഥന കൊയറിന്റെ സിംഗേഴ്സ് ആയിരിക്കുന്ന തിന്നിയൊക്കെ ലീഡ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. പാട്ടുപാടി നമ്മളെല്ലാവരും ദൈവത്തെ ഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമാകുന്ന ഈ രാത്രിക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ആഗോള വ്യാപകമായി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ വഹിക്കുന്ന പ്രിയ ബെൻസൺ പാസ്റ്റർ, ഈ ഗ്രേറ്റ് ചാർട്ടിന്റെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ വഹിക്കുന്ന പ്രിയ ബ്ലെസൻ പാസ്റ്റർ, വൈസ് ചെയർമാനായിരിക്കുന്ന പ്രിയ സജിത് പാസ്റ്റർ, ഇന്നത്തെ ദൈവവചനം നമുക്ക് വേണ്ടി പ്രഘോഷിക്കുവാൻ കടന്നു വന്ന പ്രിയ ജോയി പാസ്റ്റർ, എല്ലാവർക്കും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തീയ വന്ദനങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നു. നമ്മൾ അല്പനിമിഷങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഇതുവരെ ആയിരുന്നു. ഹല്ലേലൂയ. തുടർന്നും അതേ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് അനുഭവിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു നിറവോടെ എനിക്ക് ഇന്ന് രാത്രി കടന്നു പോകണം? ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ വായിച്ചൊരു വാക്യമുണ്ട്, എന്റെ ആത്മാവെ ഉള്ളിൽ വിഷാദിച്ച് ഇറങ്ങുന്നത് മറുപടി ഉണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്ക് ഉയർത്തുവാൻ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. അതിന്റെ മുകളിൽ നമ്മളെ ഒന്നും ഉയർത്താനില്ല. ഇന്ന് പകൽ ഉയർത്തണമെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ആ കാൽവറിയിലേക്കൊന്ന് നോക്കാം. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്ക് മുകളിലാണ് നമ്മുടെ കർത്താവ്. വചനം പറയുന്നു, പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവുള്ളത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹൃദയം ഒന്ന് പകർന്നേ. ഹല്ലേലൂയ. മനസ്സിനെ ഒന്ന് സമർപ്പിച്ചേ. മറ്റെല്ലാ വിഷയങ്ങളും ഒന്ന് വിട്ടുകളഞ്ഞേ. യേശുപ്പാടെ പാദത്തിലോട്ടൊന്ന് ചേർന്നേ. ഇന്ന് പകൽ ഇന്ന് രാത്രി ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ യേശുവേ അങ്ങയുടെ പാദത്തിൽ ഞാൻ കടന്നു വരുന്നെന്നൊന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹിതരേ വാരും വേടിഞ്ഞ അത് യേശുവിനോടു നീ പറഞ്ഞ സ്നേഹിതരേ വാരും വേടിഞ്ഞ അത് യേശുവിനോടു നീ പറഞ്ഞ സ്നേഹിതരില്ല കുരിശിൽ പാടുകളെ
ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടും കൂടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാത്രികാലം കർത്താവിൽ വസിക്കുന്ന ദൈവമക്കളെ, നമ്മളിൽ യേശു കർത്താവിൽ നമ്മൾ വസിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി നമ്മൾ അധികാരത്തോടെ ചിലത് കൽപ്പിക്കുവാൻ തുടങ്ങും. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ഉള്ളിൽ ഭയം കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കാം. നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം.
കൺവെൻഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് സർവീസിലാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് വചന ശുശ്രൂഷയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഫസ്റ്റ് ജോയ് പാറക്കൽ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ പറ്റി നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ ഒരു കൺവെൻഷൻ ക്ലാസിക്കനാണ്, നല്ലൊരു വേദ പണ്ഡിതനാണ്, നല്ലൊരു ബൈബിൾ ടീച്ചറാണ്. അതിനെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും പല സ്ഥലത്ത് പല ലിങ്കുകളുണ്ട്. അത് കാണുമ്പോൾ ഓരോ വിഷയത്തിന്മേൽ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 3 രാത്രികളായി ഞങ്ങളുടെ സഭ റിവൈവൽ ക്രിസ്ത്യൻ ചർച്ച് ബൈബിൾ സ്റ്റഡി എടുത്ത ഒരു ടോപ്പിക് ആയിരുന്നു സഭയും അന്ത്യകാലം. ദേവദാസനാണ് ആ ഒരു വിഷയത്തിന്മേൽ ഞങ്ങളോട് പറഞ്ഞു തന്നത്, ഈ വചനം പറ്റി. അത് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് കർത്താവദാസനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളോട് തീർച്ചയായിട്ടും ഇടപെടും. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പാടുകൾ ദൈവം നിങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ ഫിലിപ്പിലെ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സ്വർഗീയപിതാവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നാലും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രാർത്ഥനാ ധ്വനിയുടെ ഡയറക്ടറായിരിക്കുന്ന ബെൻസിന്റെ വളരെ പരിചയമുള്ള കർത്തൃദാസനാണ്. അവരുടെ പല മീറ്റിങ്ങുകളിലും ഞാൻ ഓൺലൈൻ വഴിയൊക്കെ വചനം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെ ഒരു ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പാസ്റ്റർ സുജി പാസ്റ്റർ വേദിയിൽ ഉണ്ട്. അതുപോലെ മറ്റ് വിലപ്പെട്ട കർത്തൃദാസന്മാര് ഇന്ന് പകല് ഞാൻ ഫാമിലിയിൽ സുരേഷ് പാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേരൊക്കെ ഇങ്ങനെ ഓർക്കുന്നില്ല, ചോദിച്ചതാണെങ്കിലും എല്ലാം ഓർമ്മ വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷകൾ ചെയ്ത, വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരി സഹോദരന്മാർ, ഈ പ്രാർത്ഥന ദുരിത കുവൈറ്റ് ചാപ്റ്ററിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. ഇന്ന് വരുമ്പോഴുള്ള മീറ്റിങ്ങിലാണല്ലോ. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. നോട്ടിക് പാസേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഇത്. എന്ന് പറഞ്ഞാൽ 2-ാമത്തെ നൂറ്റാണ്ട് മുതൽ ആളുകൾ വീടുകളിലൂടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ അവര് പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു തിരുവെഴുത്താണ്. 7 14 പോയിന്റുകൾ ഈ
വാക്യത്തിലുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ 6, 7, 8 വാക്യങ്ങൾ പറയും. ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത വാക്യങ്ങൾ അറിയാമല്ലോ. വാക്യം: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തൊട്ടടിയിൽ 7 പോയിന്റുകൾ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗമാണ്. അതുകൊണ്ട് പിതാവ് അവനെ എന്ത് ചെയ്തു? സകലനാമത്തിനും മേലായി നാമായിട്ട് ഉയർത്തി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു പ്ലസ് ക്രിസ്തു സമം കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ഞാൻ ഈ പ്രസംഗത്തിന് ഇട്ടിരിക്കുന്ന പേര് യേശു മാത്രം കർത്താവ് എന്നാണ്. അത് പറഞ്ഞപ്പോൾ സ്വത്രം പറഞ്ഞാണ് കിടക്കുകയാണ് എല്ലാം. അത് പറഞ്ഞിട്ട് സ്വത്രം പറഞ്ഞില്ലെങ്കിൽ അറിയണ്ട അല്ലേ? യേശു മാത്രം. അതിന്റെ വാക്യം തുറന്നത് ശ്രദ്ധിച്ചോളൂ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കും. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. നല്ല ഇറങ്ങി വരുന്ന വഴി കണ്ടോണം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിച്ചില്ല. ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഇങ്ങനെ പടിപടിയായിട്ട് ഇറങ്ങി വന്ന് കണ്ടോളണം. മരണത്തോളം. എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, യേശു മരിക്കും. പക്ഷേ അടുത്തത് ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനില്ല. ഒന്നുകൂടി അതിനെ കണക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇത്രയും ഉയരത്തിരുന്ന ഒരാൾ ഇനി ഇതിൽ കൂടുതൽ താഴാനില്ല. അടുത്തതാണ് നമുക്ക് ആവേശം നൽകുന്നല്ലേ. ഇത്രയും ഉയരത്തിരുന്ന ഒരാൾ ഇത്രയും താഴോട്ട് വന്നതുകൊണ്ട്, ഇത്രയും ത്യാഗം ചെയ്തുകൊണ്ട് പിതാവ് അവനെ ഉയർത്തിയപ്പോൾ ഇതിൽ കൂടുതൽ ഉയർത്താൻ സകല നാമത്തിനും മേലായ നാമം. സ്വർലോകരുടെയും എത്ര ലോകമുണ്ട്? 3 ലോകം. സ്വർലോകം, ഭൂലോകം, അധോലോകം. ആ 3 ലോകത്തോട് ബന്ധപ്പെട്ടതാണ് അടുത്ത പറയുന്നത് യേശു ക്രിസ്തു കർത്താവ്. അതാണ് തന്റെ ക്ലൈമാക്സ്. ഈ ഭൂലോകത്തിൽ യേശുവിനെ ഏത് പേരിൽ അറിയപ്പെട്ടെന്ന് അറിയാമോ? 375 പേരുകൾ യേശു ക്രിസ്തുവിനുണ്ട്. അതിൽ ഭൂലോകത്തിൽ അറിയപ്പെട്ട പേരാണ് യേശു. ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാലിക്കൊണ്ട് നീ അവന് യേശു. ഭൂലോകത്തിലുള്ളവർക്ക് പരിചയപ്പെടാൻ കൊടുത്ത പേരാണ് എന്തെന്നും യേശു. ആഗോളിയിട. അതുകൊണ്ടല്ലേ യേശുദാസന്മാരെ ഇഷ്ടംപോലുള്ളത്. എന്നാൽ അധോലോകം എന്ന് പറയുന്നത് മുംബൈയിലെ അധോലോകമല്ല. ഭൂമിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് ക്രസ്റ്റ്, മാൻഡ്, കോർ അല്ലെങ്കിൽ ഉൾക്കാം. 35 കിലോമീറ്റർ ക്രസ്റ്റാണ്. അവിടെയാണ് മരങ്ങൾ നിൽക്കുന്നത്, കെട്ടിടങ്ങളുടെ നിൽക്കുന്നൊക്കെ അവിടെയാണ്. മനുഷ്യനെ കൃഷി ചെയ്യാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 38 അഞ്ചുകളുണ്ട്. രണ്ടാമത്തെ ഭാഗം 2870 കിലോമീറ്ററാണ്. അതിന്റെ മാൻഡ് എന്ന് പറയും. 3-ാമത്തെ ഭാഗമാണ് എരിയുന്ന നരകം, നമ്മൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെ 38 അഞ്ചുകൾ. അപ്പൊ ആ 1-ാമത്തെ ഭാഗത്തിനും 2-ാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള ചില സ്ഥലങ്ങൾ. കത്തോലിക്ക സഭയിൽ 4 സ്ഥലമാണ് പഠിപ്പിക്കുന്നത്. ലിംബസ് ഇൻഫാന്റം, ലിംബസ് പാട്രം, പർഗട്ടോറിയസ് പുർക്കാന, യാതനാ സ്ഥലം. നമ്മൾ പഠിക്കുന്ന നരകത്തിൽ ഒറ്റ നരകം, 3 മുറി, 7 അവസ്ഥകൾ. അതാണ് നമ്മൾ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന നരകം. അപ്പൊ അതില് യേശുക്രിസ്തുവിന്റെ കാലം വരെ മരിച്ചുപോയിരുന്ന ഭക്തന്മാർ, മരിച്ചുപോയിരുന്ന അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അബ്രഹാമിന്റെ മടി, 1-ാം പരദീസ, പാതാളം എന്നൊക്കെ പറയും. അവിടേക്ക് മരിച്ചുപോയ യഹൂദന്മാരായ ആളുകൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല. ഇന്നും അവർ യേശുവിനെ വിശ്വസിക്കുന്നില്ല. അവരെ ആര് വരുമെന്നാണ് വിശ്വസിക്കുന്നത്?
മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു. അതാണ് യോഹന്നാൻ 4:26 ശമരിയ സ്ത്രീ പറഞ്ഞു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു. കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന 10 കാശിന് വകയില്ലാത്ത അങ്ങനെ ഒരു യേശുവിനെ അവർക്ക് വേണ്ട. അവർക്ക് രാജാവായി വരുന്ന ആ ക്രിസ്തുവിനെ, അഭിഷിക്തനായ മശിഹയാണ് അവർക്ക് വേണ്ടത്. അതോ ലോകത്തിലുള്ളവരും ജീവിച്ചിരിക്കുന്ന ഉദരം ആരെ പ്രതീക്ഷിക്കുന്നു? മശിഹായെ പ്രതീക്ഷിക്കുന്നു. ആ ലോകത്തിൽ ഉള്ളവരുടെ ദൈവമാണ്. സ്വർലോകത്തിൽ യേശുവിനെ ആരും യേശു എന്ന് വിളിക്കാറില്ലായിരിക്കണം, ക്രിസ്തു എന്ന് വിളിക്കാറില്ല. സങ്കീർത്തനത്തിലെ വാക്യം കടമെടുത്താൽ സംഗതി ക്ലിയറാണ്. കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പൊ കർത്താവ് സ്വർഗത്തിൽ ആരാ എന്ന് പറഞ്ഞാൽ എന്താ? ഭരിക്കുന്നവൻ, ഉടമസ്ഥൻ. അതുകൊണ്ടാണ് ഇബ്രാഹിമത്തിൽ കർത്താവിനെ ഉയർത്തിയപ്പോൾ അവനാരാണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. അടുത്ത പദം സ്വർഗത്തെക്കാൾ ഉന്നതൻ. അത് മറന്നുപോയോ? സ്വർഗമാണോ വലുത്? ക്രിസ്തുവാണോ വലുത്? വലുത് സ്വർഗമാണ്. നിങ്ങൾ വണ്ടിക്കകത്തല്ലേ വന്നത്? വണ്ടിയാണോ വലുത്? താക്കോലാണോ വലുത്? വണ്ടിയാണ് വലുത്. താക്കോൽ ഇത്രയല്ലേ ഉള്ളൂ. നാട്ടിൽ കാണുമല്ലോ 1.5 കോടി രൂപയുടെ വീടൊക്കെ 10-30 കൊല്ലമൊക്കെ അധ്വാനിച്ചവർ. 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ വലുത്? ഇത്രയുള്ള താക്കോലാണോ വലുത്? വീടാണോ വലുത്? പക്ഷേ മൂല്യം അതിനല്ല. താക്കോൽ യോഗം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ താക്കോലില്ല. 1.5 കോടിയുടെ വണ്ടി അവിടെ കിടക്കും, നടന്നു കൊണ്ട് വരും. വീട്ടിൽ ചെല്ലുമ്പോ വീട് തുറക്കാൻ താക്കോലില്ല. പട്ടി കുറയ്ക്കുന്നവർ ചുറ്റും നടന്ന കരയാമെന്നല്ല, അകത്ത് കയറാൻ ഒരു മാർഗമില്ല നമുക്ക്. സ്വർഗം വലുതാണെങ്കിലും അത് തുറക്കുന്ന താക്കോലാണ് യേശു. യേശു പറഞ്ഞു, ആ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ തുറന്നാൽ അവിടെ തുറക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന താക്കോലിന്റെ ശ്രേഷ്ഠത അറിയാമോ? ആദിത്താൽ തുറക്കാത്ത ഒരു മേഖലകളും ലോകത്തിൽ. ചിലരുടെ നടപ്പ് കണ്ട കള്ളത്താക്കോല് കയ്യിൽ പിടിച്ച് നടക്കുന്ന പോലെ. നമ്മുടെ കയ്യിലെ താക്കോൽ ഒറിജിനൽ താക്കോലാണ് മക്കളെ. സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഉയർച്ച കണ്ടോ നിങ്ങൾ? അതൊന്നും നേരമില്ല. അപ്പോ ഭൂലോകത്തിലെ യേശു, അധോലോകത്തിലെ ക്രിസ്തു, സ്വർലോകത്തിലെ കർത്താവ്. അല്ലാതെ ചുമ്മാ നമ്മൾ യേശു ക്രിസ്തു കർത്താവ് അതുകൊണ്ട് കാര്യമില്ല. യേശു 33.5 വർഷം, ക്രിസ്തു ഇന്ന് ജീവിക്കുന്നവൻ, കർത്താവ് വരാനുള്ളവൻ. ആരാ യേശു? അമ്മ മറിയത്തിൽ കൂടെ ഭൂമിയിലേക്ക് ജനിച്ചു വീണ 33.5 വർഷക്കാലം 12-18 മോതിരയായിട്ട് തിരിച്ച പാലസ്തീന്റെ പച്ചകൊണ്ട മുഴുവൻ മുഖം വെച്ച മൃഗത്തെ പോലെ ഉഴുതു മറിച്ച് കണ്ണിൽ കണ്ടവരെ, കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായിട്ട് ദാനധർമ്മങ്ങൾ നൽകി 35 അത്ഭുതങ്ങൾ 6 സ്ഥലങ്ങളിലായി. വീട്ടിലും ഷോക്കോട്ടയിലും പള്ളിയിലും കടലിലും കരയിലും വഴിയിലുമായി 6 സ്ഥലങ്ങൾ ചെയ്ത് ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ഗതസമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 പരം കോടതികളിൽ മറിച്ചും തിരിച്ചും മറിച്ചും വിസ്തരിക്കപ്പെട്ട് പിലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽമുറി വരെ, ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ 220 പൗണ്ട് തൂക്കം വരുന്ന 8 നീളവും 4 വീതിയും വരുന്ന പച്ച പൈൻമല കുരിശുമായി 85 കിലോ ഭാരം വരുന്ന കർത്താവ് 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ലോകം തുപ്പിമർദ്ദിച്ച് അവശനാക്കി കാൽമുറി കുന്നിലേക്ക് നടത്തി. നട്ടുച്ച സമയത്ത് 3 കാലിലും പാളികളിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ എന്ന് പറയുന്ന ശരി കൊടുത്തെങ്കിൽ പോലും സ്വന്തം തോളിൽ തലചായ്ച്ച മരിച്ച് അരിമത്തിക്കന യോസേഫിന്റെ കല്ലറയിൽ ഒടുങ്ങിയ, ലോകം ഒതുക്കിയ അവന്റെ പേരാണ് യേശു. അവിടെ തീർന്നെങ്കിൽ ഞങ്ങൾ ഈ യോഗം നടത്തുകയായി.
അങ്ങനെ എന്തോരം പേര് നീറി ഒടുങ്ങുന്നു 6 അടി മണ്ണിൽ. നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ ഹൈലൈറ്റ്, ഒതുങ്ങിയവനല്ല, ഒതുക്കാൻ പറ്റത്തുമില്ല. കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്ത, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ തകർത്തുകൊണ്ട് മതത്തിന്റെ ബന്ധനങ്ങൾ ഭേദിച്ചുകൊണ്ട് ഇതപരിതമായി ചരിത്രത്തിൽ ഒരേ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. ഏതാണ്ടൊരു ലോകത്തെ എങ്ങാണ്ട് പോയിരിക്കുകയല്ലെന്നേ. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനാ ഈ യോഗത്തിന്റെ നടുവിൽ മാറത്തെ പൊൻകച്ച കെട്ടിയവനായി, മനുഷ്യപുത്ര സദൃശനായി തേജസ്സോ വാരിച്ചുറ്റി നടക്കുന്ന, ജീവനുള്ള, ജീവിച്ചിരിക്കുന്ന, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക ദൈവം, അവനാണ് ക്രിസ്തു. വരാൻ പോകുന്നവൻ. ഇവിടെ മുൾക്കിരീടമൊക്കെ ധരിച്ച കൊണ്ടുപോയത്, പക്ഷേ ഇനിയൊരു വരവുണ്ട്. യേശുവിന്റെ പേരാണ് നീതി സൂര്യൻ. ഈ കാണുന്ന സൂര്യനൊക്കെ ഒടുങ്ങും. സൂര്യന്റെ പ്രകാശം കെട്ടുപോകും, ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും. രണ്ടും കൂടെ കെട്ടുപോകും. ആര് വരും? കുവൈറ്റ് മുഴുവൻ ഹാലജൻ ബൾബുകളുടെ മേളമാണ്, പൂരപ്പറമ്പിൽ കാണുന്ന പോലെ. ഫ്ലൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഇറങ്ങുന്ന പോലെ തോന്നും. ശരിയാണ്, തർക്കമൊന്നുമില്ല. നാളെ നേരം ഇവിടുത്തെ ഒരെണ്ണം കൂടെ കാണില്ല. എന്താ കാര്യം? ഒറിജിനൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഇന്ന് കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അതങ്ങൂടെ കരിമ്പടം പോലെ കെട്ടുപോകും. കാരണം ഒറിജിനൽ സൂര്യൻ തിരിച്ചു വരാൻ പോവുകയാണ്. 1000 കോടി സൂര്യപ്രഭയോടുകൂടി നീതി സൂര്യനാകുന്ന കർത്താവ് തിരിച്ചു വരികയും യെരൂശലേമിൽ ഒറ്റ കസേരയിട്ട ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഭരിക്കാൻ ഏക ചക്രാധിപതിയും രാജാവും കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവരും അടുത്തുകൂടാതെ അധിവസിക്കുന്നവരുമായ കർത്താവ് തിരിച്ചു വരാൻ പോകും. അതാണ് കർത്താവ്. അപ്പൊ ഇത് മനസ്സിലായി കുഞ്ഞുങ്ങൾക്ക്. മുക്കാൽ ചക്രത്തിന്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും മൂലക്കിരുത്തുന്ന കുട്ടി ദൈവത്തിന്റെ മുൻപിലല്ല ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമത്തിന് മുൻപിലാണെന്ന് പറയുമ്പോൾ ആവേശം അലതല്ലുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ചോ എന്ന് പറയണം. ഞങ്ങൾ കുട്ടി ദൈവത്തിന് മുൻപിലല്ല ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമാണ് യേശുവിന്റെ നാമം. അവിടെ പറയുന്നുണ്ട് ഈ ആൾക്കാരെയും സ്വർലോകവും ഭൂലവും എല്ലാവരും മുഴങ്ങാലൊക്കെയും എല്ലാ നാവും എന്തോ പറയും? കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാകും. പാട്ടുണ്ടല്ലോ, അത് പാടി ചെന്ന് നിർത്താവോ? അവനെ അറിയും തലയും മുട്ടി നിന്നോണ്ട് എനിക്ക് അറിയത്തില്ലേ? കർത്താവേ ദേവന്മാരിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പാടിക്കൊള്ളണം. നിനക്ക് തുല്യനായ ആ പാട്ടാണ്. ശരി, ഞാനിങ്ങനെ പാടും, പക്ഷെ മൊത്തം വെള്ളിയായി. ഇവര് പാടുമ്പം മൊത്തം 24 ക്യാരറ്റായി. എന്റെ പാട്ടുകൾ എന്തിനാ 1 കാട്ടിന് വെള്ളി ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വായിക്കുന്നത്. നല്ല തകർത്ത പാട്ടും നല്ല വർഷം പോരെ. നമ്മുടെ യോഗത്തിൽ എത്ര പേരുണ്ട്? കുറച്ചു പേരേ ഉള്ളൂ. ഒച്ചപ്പാട് കേട്ടാലോ ഒരു 10,000 പേര് ഒച്ചപ്പാട്. കാര്യം അറിയാമോ? ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല സ്തുതി. എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ് സ്തുതി. ഈ സ്തുതി പോരാ, ഈ ശബ്ദം പോരാ. സ്തോത്രം. ഏറ്റു പറയുകയും സമയമില്ല. ഏറ്റു പറയുകയും ചെയ്യുന്നതാണോ? ഇതെന്തുവാ? കണ്ടോ? ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. ഞങ്ങൾക്കൊന്നും വിഷയമല്ല. പക്ഷേ 70 പ്രകടന പത്രികകൾ പാസാക്കി പിതാവായി ദൈവത്തിന് മുൻപാകെ മിനിസ്ട്രിയിൽ ഒപ്പുവെക്കപ്പെട്ട് 1000 വർഷത്തെ ഭരണം കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഏതൊരുത്തിനും നേരെ അതിന്
മുമ്പിൽ വന്നുവെച്ചും യേശു മാത്രം കർത്താവെന്ന് പറയേണ്ടി വരും. അന്ന് ഗതികെട്ട് പറയുന്നതിനേക്കാൾ ഇന്ന് അന്തതോടെ പറയാൻ ഒരിക്കൽ കൂടെ വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു നാമമെന്റെ വാനത്തിൻ കീഴേ സ്വത്രം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഇല്ലേ? പറയേണ്ടി വരും മക്കളെ. ഇന്ന് വാടക കസേരയിൽ ഇരുന്നു കൊണ്ടാണ് യേശു മാത്രം കർത്താവെന്ന് പറയുന്നത്. പക്ഷെ അന്ന് നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കും യേശു മാത്രം കർത്താവ്. ഇന്നത്തെ രാത്രി പ്രസംഗം തീരുന്നവരെ ഹല്ലേലൂയ പറഞ്ഞില്ലേ? ഇവിടേക്ക് എന്തോ പറഞ്ഞോണ്ടിരിക്കണം. യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ആ അന്തരീക്ഷത്തിൽ കുവൈറ്റ് മുഴുവൻ അതങ്ങോട്ട് പരക്കട്ടെന്ന് തൈലം പോലെ അവന്റെ നാമം അങ്ങോട്ട് പരക്കട്ടെ. ഒരു 10 കിലോമീറ്റർ സറൗണ്ടിൽ ദേശാധിപതികൾ വിട്ടുപോകട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യേശുവിന്റെ എഴുത്തും പ്രസംഗിക്കാൻ. പക്ഷേ സമയത്തിന്റെ പരിമിതിയുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ദൈവമാണെന്ന് വെളിപ്പെട്ട് കിട്ടിയത് 3 കൂട്ടർക്കാണ്. യേശു ദൈവമാണെന്ന് മനസ്സിലായത് 3 കൂട്ടർക്കാണ്. യേശു ദൈവമാണെന്ന് മനസ്സിലായിട്ടും വെളിപ്പെട്ട് കിട്ടിയിട്ടും സംശയിച്ചത് 3 കൂട്ടരാണ്. യേശു ദൈവമാണെന്ന് മനസ്സിലായില്ല, വെളിപ്പെട്ടും കിട്ടിയില്ല, എന്നിട്ടും ദൈവം ഒരാളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അതാണ് ശമരിയ സ്ത്രീ. 10 ആളുകളെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. അവിടെ ഞാൻ ശമരിയ സ്ത്രീയെ പ്രസംഗിച്ചിരുന്നു. അവിടെ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചിരുന്നു. മലങ്കര മിഷന്റെ കൺവെൻഷൻ 2 പ്രസംഗത്തിൽ ശമരിയ സ്ത്രീയും കാനാന്റെ കല്യാണം. ഇന്ന് അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലായി, വെളിപ്പെട്ട് കിട്ടി, പക്ഷേ സംശയിച്ചു. ആ 3 കൂട്ടരെയാണ് അവതരിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന് അതാണ് നല്ലത്. നമുക്ക് യേശു ആരാണെന്ന് മനസ്സിലായി, വെളിപ്പെട്ട് കിട്ടി. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊരു അതുകൊണ്ടല്ലേ ആരാണെങ്കിൽ പോകാതിരിക്കുന്നത്, അല്ലാണ്ട് വേറെ കാശില്ലാത്തോണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ ഇടയ്ക്ക് ആരാണെങ്കിൽ പോകാതെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നൊക്കെ. ആ ഒരു ഗ്യാപ്പ് എന്താ പറയുക, ഗ്യാപ്പ് തിയറിയൊക്കെ വരുന്നുണ്ട്. യേശുവിന്റെ ദൈവത്വത്തിന്റെ കടയ്ക്ക് ഓടാനും വെക്കപ്പെടാൻ എന്റെ വേറെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണ് കാലം മുന്നോട്ട് വെച്ചത്? യേശു ദൈവമാണെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ കാലം പുറകോട്ട് വെക്കണമെങ്കിൽ യേശു ദൈവത്തെ സംശയിക്കുക തന്നെ വേണം, വേറെ കാര്യമൊന്നുമില്ല. ഇടപെടാതെ പറഞ്ഞാൽ അവസാനിപ്പിക്കണമെന്നുണ്ട്. 3 പറയാൻ ഒത്തില്ലെങ്കിൽ ഉടനെ പറയുകയാണെങ്കിൽ അവിടെ ചെന്ന് നിർത്തുന്നത്. ബാക്കി പറഞ്ഞിട്ട് ഇരിക്കുമെന്നും പറഞ്ഞൊന്നും ഇരിക്കൊന്നുമില്ല, അവിടെ ചെന്ന് നിർത്തും, മാത്രമേ ഉള്ളൂ. 9 മണി കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോവുകയാണെങ്കിൽ പ്ലസന്റ് ബാക്സ് ഒന്ന് തോണ്ടിയേക്കണം. തോണ്ടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ. ഞാൻ വൈപ്പിൽ വെച്ച വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാൾ തോണ്ടി, ഞാൻ നിർത്തിയില്ല. 2ാമത് തോണ്ടി നിർത്തിയില്ല. 3ാമത് തോണ്ടി നിർത്തിയില്ല. ബസ് വന്നും ആളുകൾ എഴുന്നേറ്റ് പോയി. എന്നോട് പറഞ്ഞ ഭാഷ എന്നെ പണിയാക്കാൻ. ഞാൻ പറഞ്ഞു എന്നെ 3 പ്രാവശ്യം തോണ്ടിയത് കണ്ടില്ലേ? ഓ എന്നാ കണ്ട് ചോദ്യം പൊട്ടിയിരിക്കുക, ബസ്സൊക്കെ തോണ്ടിയത്. പിന്നെ ഞാൻ നിർത്താത്തത് അത് പറയണ്ടേ, നിർത്താനുള്ളതുകൊണ്ട് ഞങ്ങളുടെ അങ്കമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സമയം കൊടുക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രസംഗം നല്ലതാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മുന്നോട്ട് പൊക്കോട്ടിരിക്കണം. ഒരു വാറോളം പ്രസംഗമാണ് എന്ത് ചെയ്യും? താഴോട്ട് തോന്നും, മതി. ഇങ്ങനെ ഘട്ടകാലത്തിന് 3 പ്രാവശ്യം മേലോട്ടാ പോകുന്നത്. നമുക്കറിയാം ഞങ്ങളതുകൊണ്ട് എന്റെ പ്രസംഗ ഭാഷ അങ്കമാലി മോഡലിൽ തോണ്ടിയില്ലെങ്കിൽ പ്രസംഗം തീരുകയല്ല, മുന്നോട്ട് പോകും. തോണ്ടുകയാണെങ്കിൽ ഇടവരാതിരിക്കട്ടെ. നമ്പർ 1,
യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ട് കിട്ടി, മനസ്സിലാക്കി സംശയിച്ചു. ഒന്നാമത്തെ കൂട്ടം ആരാന്നറിയാമോ? ഉപദേശിമാർ. സ്വത്രം. എല്ലാ പ്രസംഗവും വിശ്വാസികൾക്കുള്ളതല്ല. ഇന്നത്തെ പ്രസംഗം നമ്മൾ ഓരോ സ്വത്രം നമ്മൾ അങ്ങോട്ടല്ലേ പറയുന്നത്. നിങ്ങൾ സ്വത്രം പറ. ഞങ്ങൾ ഉപദേശിക്ക് സംശയം. യേശു ക്രിസ്തു ദൈവമാണോ? ക്രിസ്തുവാണ്. 2, യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് സംശയം. യേശു തന്നെയാണോ ദൈവം? ഇപ്പൊ നിങ്ങളും വന്നു. 3, യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് സംശയം. ഇവൻ തന്നെയാണോ ക്രിസ്തു? ഈ 3 കൂട്ടറിൽ നമ്മൾ എവിടെയൊക്കെ പെടുമില്ലേ മോളെ? പെടും. നമുക്കെല്ലാവർക്കുള്ള പ്രസംഗം. നമ്പർ 1. ആർക്ക് സംശയം? ഉപദേശിക്ക് സംശയം. ഉപദേശം പരിചയപ്പെടണ്ടേ? മത്തായിയുടെ സുവിശേഷം 11:2. മത്തായിയുടെ സുവിശേഷം 11:2 വായിച്ചോളൂ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കൂ എന്ന് അവൻ മുഖാന്തരം അവനോട്. ഞാനന്ന് ബാക്കി പറയാം. എല്ലാവർക്കും അറിയാം. ഉപദേശിയുടെ പേര് പറഞ്ഞേ, സ്നാപക യോഹന്നാൻ. ചിലരെ പുള്ളിയല്ലാട്ടോ. യേശു ദൈവമാണെന്ന് മനസ്സിലായി, വെളിപ്പെട്ട് കിട്ടി. അതിന് പറയണോ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറയിൽ പഞ്ചൻ യോഗ്യനല്ല, അവനേക്കാൾ വലിയവൻ. വീശുമുറം അവന്റെ കൈവിടും, അവന്റെ കളത്തെ പറ്റി വെടിപ്പാക്കും, പതിൽ കിടാത്തീന്റെ ചുട്ടുകളയും. അപ്പോ ആരാ വലിയവൻ? നീ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന കാണുന്നുവോ അവനാണ് യേശു. ദൈവം പറഞ്ഞിരിക്കുക. അതവൻ കാണുകയും ചെയ്യും. കണ്ടു, മനസ്സിലായി, ക്ലിയർ. ആരാണ് ദൈവം? ക്രിസ്തു ആരാണ്? യേശുവാണ്. അവന് മനസ്സിലായി. ഇനിയാണ് അതിന്റെ സംഭവം. യേശു ആരാണെന്ന്, യേശു ക്രിസ്തുവാണെന്ന്, യേശു ക്രിസ്തുവാണെന്ന് അത് അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഈ പൗലോസ് എന്തോ പ്രസംഗിച്ചത്? പള്ളികളിൽ ചെന്ന് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. നിങ്ങൾ പറയുന്ന ആ യേശുവാണ്, ഞങ്ങൾ പറയുന്ന ക്രിസ്തു ദൈവം എന്നാ തെളിയിച്ചത്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറയുമ്പോ എന്താണ്? യേശു ക്രിസ്തുവിന്റെ. അങ്ങനെ പറയാൻ കുറച്ചുകൂടെ ബലം ഉണ്ടാവും. യേശു പറയുന്നത് കുഴപ്പമൊന്നുമില്ല, തിയോളജിക്കൽ മിസ്റ്റേക്ക് ഒന്നും ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അതായി പറയുന്നത്. ആ യേശുവാ ഞങ്ങൾ പറയുന്നത് ക്രിസ്തു ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, യോഗത്തിന്റെ സംഗതിയൊക്കെ മനസ്സിലായി. ഒരു ഭയങ്കര പ്രസംഗമാണ്. കാരണം ക്രിസ്തു കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ അല്ലേ തന്നെ അതിവിടേക്ക് വ്യത്യാസമില്ല. നഗർപ്പ് പ്രസംഗം. പ്രസംഗം കേൾക്കാൻ വരുന്നവരൊക്കെ വിളിക്കുന്ന വിളി കേട്ടോ, സർപ്പ ഇവിടെ കാല് പിടിച്ചിട്ട് വരുന്നില്ല. നോട്ടീസ് അടിച്ചതാ, എന്നിട്ട് വരുന്നില്ല. പിന്നെ വരുന്നവരെ സർപ്പസന്നിധിയിൽ വിളിച്ച് ആരെങ്കിലും വരുമോ? അത്ര ദീർഘതയാണ്. മാനസാന്തരത്തിന് യോഗ്യമല്ലാത്തിനൊക്കെ തീർത്ത് പറഞ്ഞപ്പം പുള്ളി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പുള്ളിക്കൊരു പേടിയില്ല. എന്താ കാര്യം അറിയാം? ഞാൻ യേശുവിനെ മുക്കിച്ചു വരുന്ന വരവാണ്. മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അപ്പൊ യേശു എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കാരാഗ്രഹം എനിക്ക് വലിയ പ്രശ്നമൊന്നും അല്ല. യേശുവിന്റെ പ്രസംഗം കേട്ടായിരുന്നു. ഭക്തന്മാർക്ക് വിടുതൽ, കുഴന്മാർക്ക് ആഴ്ച, കർത്താവിന്റെ പ്രസാദോഷം പ്രസംഗിപ്പാൻ വന്നിരിക്കും. ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ ആര് വരും? യേശു വരും. പുഷ്പം പോലെ എന്നെ ഇറക്കിക്കൊണ്ടുപോകും. ഇതൊക്കെ അല്ലേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വില എബിഎബ്രാം പാസ് അതിന്റെ മറച്ചിട്ട സുവിശേഷം, വേറൊരു സുവിശേഷം എന്നൊക്കെ പറഞ്ഞ സുവിശേഷം അതാ. നമ്മൾ ശരിയായ സുവിശേഷമല്ല പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വിടിവിക്കുന്ന യേശുവിനെയാണ്. എന്തോ ഈ ചുണങ്ങ് മുതൽ അരിമ്പാറ മുതൽ മൊത്തം കോൺട്രാക്ട് പിടിച്ചിരിക്കുകയാണ്. ആര്? ഈ ആളുകളൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ യേശുവിനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ പോയി യേശുവിനെയൊക്കെ തീർന്നനെ, ആശുപത്രി പൂർത്തിയാണ്. സ്തോത്രം. അതൊക്കെ യേശു ചെയ്യും. പക്ഷെ അതിനല്ല വന്നത്. അത് പറയാനോ, അത് വേറൊരു വിഷയം കിടപ്പോ, അത് കിടക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ 1-ാം ദിവസം കാരാഗ്രതി എന്നപ്പം ഒരു കൂസലുമില്ല. തകർത്തടിച്ച പാട്ടുപാടി നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ. കാരണം ആര് വരും? യേശു വരും. പക്ഷെ യേശു വന്നില്ല. അപ്പൊ 2-ാം ദിവസം പാട്ടിന്റെ പാറ്റേൺ മാറ്റിക്കാണും. കഷ്ടതയിലും പാടുവാൻ മസ്തമതി അങ്ങനെ പാടിക്കാണും. അതൊരു സാമാന്യ ഗീതത്തിൽപ്പെടുന്നു, മറ്റൊരു ആവേശ ഗീതമാണ്. അവിടെ യേശു വന്നില്ല.
ഇനി 3-ാം ദിവസം ഏത് പാട്ട് പാടും ദുഃഖത്തിന്റെ അതും പാടി കയറി യേശു വന്നില്ല, അങ്ങ് മടുത്തു പോയി. അപ്പൊ ഈ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളൊന്ന് ചെന്നു നോക്കിച്ചു വരുന്ന കാര്യം ചോദിക്കണം, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറെ ഒരാളെ? അവിടെയാണ് ഇതിന്റെ പരിപാടി കിടക്കുന്നത്. ഇത്ര നാൾ എന്തുവാ പ്രസംഗിച്ചത്? എന്നേക്കാൾ വലിയവൻ വീശുപുറം എന്നാ പറഞ്ഞു, അവനോ ഞാനോ? ഇപ്പൊ പറയുക വരാനുള്ളവൻ. ഇത് ആരുടെ പ്രശ്നമായി? ഇപ്പൊ ഉപദേശിമാരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പാസ്റ്റർമാരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് കളം മാറ്റുകയാണ് ഇപ്പൊ മിക്കവാറും ആളുകൾ. കേട്ടോ, കളം മാറ്റുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ കളം മാറ്റുക. സ്തോത്രം. ഇപ്പൊ ഞാനങ്ങ് അങ്ങനെ ഒത്തിരി പറയാൻ സമയമില്ലാതെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒത്തിരി ചില ആളുകൾ ഈ തിരിച്ചുപോയി പട്ടത്തൊക്കെ സ്വീകരിച്ച് കുപ്പായൊക്കെ ഇട്ട കുറച്ച് പാസ്റ്റർമാരുണ്ട്. നാളെ ഞാനൊരാളെ കണ്ടു, ഒരു മകളുടെ വീട്ടിൽ വെച്ച്. എന്നോട് യോയി പാസേ നമുക്ക് തമ്മിലൊന്ന് കാണണമെന്ന്. ബിഷപ്പിന്റെ കുപ്പായിട്ട് ഞാൻ ശുദ്ധ കാണുന്നത്. എന്നാലും ചില കാര്യങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാണ്ട് ഞാൻ ഒന്നും പറയണ്ട. അത് തന്നെ നീതീകരണമായിരിക്കും പറയാൻ വരുന്നത്. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ആയിപ്പോയി. ഉപദേശിമാർ അങ്ങോട്ട് പോവുക. എന്താ കാര്യം അറിയിപ്പോ ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ സർക്കാർ കൊണ്ടുപോകാതിരിക്കാനാണ്. നിങ്ങളോട് ആര് പറഞ്ഞു ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇങ്ങനെ കൂട്ടാൻ? ഈ അതിന് മാത്രം സർക്കാർ പിടിച്ചെടുക്കുന്ന സാധനം കൂട്ടാൻ ആര് പറഞ്ഞു? അതാദ്യം പറ, സമാധാനം പറ. ഈ സുവിശേഷത്തിന്റെ പേരിൽ കിട്ടിയതെല്ലാം സുവിശേഷത്തിന് കൊടുത്തുകൊണ്ടാക്കുന്ന നാട്ടിൽ പോണ്ടായോ? ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ച് ചില കുഞ്ഞുങ്ങൾ കൊടുക്കുക, ബാക്കിയെല്ലാം അങ്ങോട്ട് കൊടുക്കണ്ടേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി? അത് കൊടുക്കാതെ വട്ടം പിടിച്ച് എൻക്രോച്ച് പിടിച്ച് വെച്ചിരിക്കുന്ന പോലെ അതിന്റെ 15,000 സ്ക്വയർ ഫീറ്റ് വീടും ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് അവാർഡും 10 ഏക്കർ റബ്ബർ തോട്ടവും ഒരു മാനതി ജീവിച്ചവൻ മാനതി വിട്ടേച്ചും ഒരു നിലയിലുമില്ലാത്തവൻ 2 നിലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക. എന്താ പറയും? ഇത് ആര് കൊണ്ടുപോകരുത്? സർക്കാർ കൊണ്ടുപോകരുത്. പാട്ട് ഭയങ്കര. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി അയ്യോ എന്റെ പാട്ട്. ഇവിടുത്തെ പാർപ്പിടം പഴയമ്പലം വെച്ചേക്ക. അത് ഞാൻ സ്ക്വയർ ഫീറ്റ് പഴയമ്പലം. സ്വത്രം വീടൊക്കെ വേണം കേട്ടോ, വേണ്ടെന്നും പറയുന്നത്. എനിക്ക് വീടുണ്ട്. ഞാനിപ്പോ അത് അബദ്ധമായി പോയി ചിന്തിക്കുന്ന ആളാണ്. എന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, അബദ്ധമായി പോയി ചെയ്യുന്നതാണ്. അങ്ങനെ കിടക്കാൻ ആരുമില്ലത്. അങ്ങനെ വിറ്റച്ചും വല്ല ദുര്യോധനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ സഹക്കാർക്കൊക്കെ അറിയാം അത് കിട്ടാതെ സംഭവം കിട്ടുന്ന പ്രാർത്ഥിക്കാം. എന്നാലും കിടക്കാനൊന്നും ആളില്ലത്. ഒരു കൊച്ചു വീടൊക്കെ മതിയാവും. അത്രയൊക്കെ അവിടെ പറഞ്ഞു നിർത്തത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളാം, ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവത്തിന് കഴിയില്ല എന്ന് തോന്നിയപ്പോ അവര് വേറെ ക്രിസ്തുവിനെ അന്വേഷിക്കുക. വരാനുള്ളവൻ എന്റെ സഹപ്രവർത്തകരെ ഞാൻ എന്നോടും എന്റെ സഹപ്രവർത്തകരോടും പറയുകയാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും നിറവേറുമെന്നൊന്നും സ്വപ്നം കാണരുത്. അതൊന്നും നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. നമ്മുടെ ലക്ഷ്യം കുവൈറ്റ് വഴി അമേരിക്ക വഴി സ്വർഗമെന്നല്ല, അത് നേരെയാണ്. വന്നെങ്കിൽ വല്ലതും മേടിച്ചോ, കിട്ടിയെങ്കിൽ അനുഭവിച്ചോ, എല്ലാം പ്രോത്സാഹന സമ്മാനം. പക്ഷെ ഫൈനൽ ഇതല്ല. ലക്ഷ്യമതാണ്, ആശയതാണ്, എൻ ജീവനാഥനെ ഞാൻ ഇന്ന് കാണുന്നു. അതുകൊണ്ട് രോഗം മാറിയില്ല, പ്രശ്നം മാറിയില്ല, അതൊന്നും വിഷമിക്കേണ്ട. അതൊക്കെ കിടക്കട്ടെ, അതൊക്കെ അങ്ങനെ വരുമുണ്ട്. മനുഷ്യ രോഗം പ്രശ്നങ്ങളൊക്കെ വരുമുണ്ട്. ആര് പറഞ്ഞു വലിയ? ഞാൻ പറയുന്ന പോലെ ഈ എത്ര ഇതൊരു ചോദ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. 10 വയസ്സ് വരെ എന്ത് വാട്സാപ്പിൽ വന്നാൽ 10 വയസ്സ് വരെ ചോദിക്കും വയസ്സ് എത്ര, 20 വയസ്സ് വരെ ശമ്പളം അല്ല മാർക്ക് എത്ര, 30 വയസ്സ് വരെ ശമ്പളം ഇവിടൊക്കെ ചോദിച്ചിട്ടില്ലേ ആളുകൾ?
40 മക്കൾ, 50 ഷുഗർ, 60 പ്രഷർ, 70 കൊളസ്ട്രോൾ. 70 കഴിഞ്ഞവരെ കൂടെ പിന്നെ ചോദിക്കാറില്ല. നമ്മൾ ചോദ്യം ചിഹ്നം പോലെ നിൽക്കും, ഇനി എത്ര നാൾ? ഇതൊക്കെ കയറി വരുമ്പോ എന്തോ ഓർത്തോളണം. ചിലരുടെ പരക്കമ്മായില് കണ്ടാൽ എന്നാ ചെയ്തോടെ പിടിച്ചു നിൽക്കുന്നത്, എന്നാ പിടിച്ചിട്ട് നമ്മുടെ രീതിയുണ്ട്. മലയാളത്തിൽ ഒരു നേർച്ചയുണ്ടല്ലോ, ഒരു 10-50 കൊല്ലം 50-55 വയസ്സ് അവിടെ കഷ്ടപ്പെട്ട് ഒരു 10 ലക്ഷം രൂപ KSB ചിട്ടിയിലേക്ക് സമ്പാദിക്കുക. ബോണ്ട മാത്രം നിന്ന് 4 കൊല്ലം കുടിച്ച് 10 ലക്ഷം സമ്പാദിക്കുക. അത് ഐശ്വര്യം കിടന്ന് ആശുപത്രിക്കാർ കൊടുത്തിട്ട് ചാകുക. പിള്ളേർ അടക്കാൻ നേരത്തെ എന്റെ അപ്പോന്ന് പറഞ്ഞ കരത്തനെന്നറിയാമോ, കാശും പോയി. ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് കിട്ടുകയില്ലാത്ത രോഗം വന്നാൽ ആശുപത്രി പോകരുത്, നാട്ടിൻ പണി അങ്ങോട്ട് പോകണം. അത് ആശുപത്രി ഇങ്ങോട്ട് കിട്ടുകയില്ലാത്ത രോഗം വന്നാൽ പിന്നെന്തിനാ ചികിത്സിക്കുന്നേ? സ്വത്രം. ഞങ്ങൾക്ക് സഭയുണ്ട്, അഗപ്പെ ഗോസ്പൽ മിഷൻ നിലമ്പൂര്. അതിന്റെ മിഷൻ ഡയറക്ടറാണ് ഞാൻ. അതിന്റെ സഭകളുടെ ചുമതലയൊക്കെ കുറച്ച് സമയമുണ്ട്. 217 ചർച്ചുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയാൽ ഞങ്ങൾക്ക് ആളുകളൊക്കെ ഉണ്ട്, വിശ്വാസികൾ കുറച്ചൊക്കെ ഉണ്ട്. പാസ്റ്റർമാരോട് ഞാൻ പറയും, എനിക്ക് അവരെയാണ് ഒത്തിരി ഇഷ്ടം, സ്നേഹം. അവർക്ക് ത്യാഗം ചെയ്യുന്നവരല്ലേ. എന്റെ കുഞ്ഞുങ്ങൾ പോലും സുവിശേഷം വരുന്നതിന് ആഗ്രഹിച്ചു. 2 പെൺകുട്ടികളും സുവിശേഷം വരുന്നവരെ പാസ്റ്റർമാരാണ്. വേറെ ഒരു മണി ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രയാസമാകാൻ പാടാവുന്നു ഇല്ലായ്മ, എന്നാലും ഈ ഒരു സുഖമാണ്. സ്വത്രം. അങ്ങനെ പറയാ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അവിടെ എവിടെയും പോയില്ല എന്നും പറഞ്ഞ്, വണ്ടി കിട്ടിയില്ലെന്നും പറഞ്ഞ്, രോഗം മാറിയില്ലെന്നും പറഞ്ഞ് ഇനിയും ഈ കുപ്പായത്തിന്റെ നീളം മാറ്റി പഴയതിലേക്ക് തിരിച്ചു പോകരുത്. കാലം തീരാറായി, യേശു വരാറായി. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോൾ ഉള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനാലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. അവർ യേശുവിനെ ചെന്ന് കണ്ടു. എവിടുന്ന് വരുന്നു? യോഗം ഞാൻ പറയും, എന്തോ കാര്യം ഇവിടെ എന്തോ എവിടെ വരാനുള്ളത് നീയോ പറയാൻ പറഞ്ഞു. യേശുവിന്റെ മറുപടി അതിലും വലിയ പ്രൗഢഗംഭീരം. ഇവിടെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അത് അവിടെ ചെന്ന് പറ, അവൻ ശാന്തനായിക്കോളും. അവരോട് ചിന്തിച്ചു പറഞ്ഞു, ഇങ്ങനെ പറയാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നതാ അവിടെ കണ്ടത്? അവിടെ ഭക്തന്മാർ വിടുവിക്കപ്പെടുന്നു, അപ്പൊ എനിക്ക് മാത്രം വിടുതൽ? എന്നതാ അവിടെ കേട്ടത്? സുവിശേഷ പ്രസംഗം. എന്തായിരുന്നു സബ്ജക്ട്സ്? അങ്ങനെ ചില വചനം അറിയാവുന്ന പ്രസംഗിച്ച ഒരു സബ്ജക്ട് എന്താണ്? ചില പ്രസംഗിച്ചാൽ ഒരു വിഷയവും കാണുകയില്ല. ഒരു വിഷയവും ഇല്ലാതെ പോയി കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ അവർ പറഞ്ഞു, യേശുവിന്റെ വിഷയം കാലം തികഞ്ഞു, ദൈവരാജ്യം. ഞാൻ പറഞ്ഞു, അതല്ല യേശു പ്രസംഗിച്ച വിഷയം എന്നാന്ന്? ഒരു കാലം തികഞ്ഞു ഞാൻ പ്രസംഗിച്ചതല്ലേ? യേശുവിന്റെ ഒപ്പിടിച്ച് പ്രസംഗിക്കുന്നു. അതും കറിയില്ല, ഞങ്ങളതാ കണ്ടത്. അത് തന്നെയാണ്. അതെ, കാലം തികഞ്ഞു, ദൈവരാജ്യം. യോഹന്നാൻ ആ കാരാഗ്രഹത്തിൽ പോയി മുട്ടുമടക്കി കാണും. 5 മിനിറ്റ് ധ്യാനിച്ചപ്പോൾ സംഗതി പിടികിട്ടി. എന്തോ പിടികിട്ടി. 6 മാസത്തെ മൂപ്പുണ്ടെങ്കിലും അവന് ആധികാരികത. അവൻ എന്നോട് പറഞ്ഞു, പൊക്കോ, തലതാലത്തിൽ വരും. പക്ഷേ നീ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം എനിക്കറിയാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെടും. ഇത് പറയാനല്ലേ നീ പുറത്തിറങ്ങുന്നേ? നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് മനസ്സിലായി. നീ പൊക്കോ. ഒറ്റ പ്രസംഗം കൊണ്ട് പല താരത്തിൽ വന്നാലും ഈ സുവിശേഷം ചാകത്തില്ല മക്കളെ. നമ്മുടെ മലയാളക്കരയിലെ ഉദാഹരണത്തിലേക്ക് വരാം. പ്രിയ ശ്രീധരനും PT ഉഷയൊക്കെ നമ്മുടെ മനസ്സിൽ, ഷിരിമോൾ പൗലോസും ഒക്കെ ഉണ്ട്. 4 പേരും അവർ 4 പേരും കൂടി ഒന്നല്ല ഓടിയത്. ഉദാഹരണം പറയാൻ വേണ്ടി പേരങ്ങ് ചേർക്കുന്നേ ഉള്ളൂ. പല കാലഘട്ടത്തിൽ ഓടിയവരാണ്. 400 മീറ്റർ റിലേ ഓട്ടം. 3ാമത്തെ ലാപ്പിൽ ഓടി വരുന്ന കൊച്ച് തളരുന്നു, ക്ഷീണിക്കുന്നു. 4ാമത്തെ ലാപ്പിൽ ഫൈനലിൽ ഓടാൻ വേണ്ടി നിൽക്കുന്ന കൊച്ചിന് മനസ്സിലായി അവൾ എന്ത് ചെയ്യുന്നു? തളരുന്നു. ഒരു 10 അടി പിറകോട്ട് മാറുന്നു. കണ്ടിട്ടില്ലേ? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആ ബാറ്റൻ പിടിച്ചു മേടിച്ച് പിറയിൽ നിന്ന് കൊതിച്ചു വാഞ്ഞ് 1ാം സ്ഥാനത്തെത്തുന്നവരെ കണ്ടിട്ടില്ലേ? യോഹന്നാന്റെ പ്രസംഗം ഇതുപോലെ പോകുകയാണെങ്കിൽ
തലതാലത്തിൽ വരുമെന്ന് ആത്മാവിന്റെ ഉടമസ്ഥനായ യേശു കണ്ടപ്പോൾ, അവൻ തളരുന്നു എന്ന് കണ്ടപ്പോൾ ആ പാറ്റൻ പിടിച്ചു വാങ്ങിട്ട് പറഞ്ഞു, പൊക്കോ കാരാഗ്രഹത്തിലേക്ക്, അവിടെ വെച്ച് കാണാം. ബാക്കി ഞാൻ പറഞ്ഞോളാം, ഞാൻ ഓടിക്കോളാം. ഇന്ന് രാത്രി ഓർക്കണം, സുവിശേഷം അവസാനിക്കുന്ന ഒന്നല്ല, പ്രാർത്ഥന അവസാനിക്കുന്ന ഒന്നല്ല, പ്രസംഗം അവസാനിക്കുന്ന ഒന്നല്ല. ആയിരക്കണക്കിന് ആളുകളെ കാരാഗ്രഹത്തിൽ അടച്ചാലും ദൈവവചനത്തിന്റെ പ്രഘോഷണം ഒരു സ്ഥലത്തും തടയപ്പെടുകയില്ലെന്ന്. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, പ്രാർത്ഥിക്കുന്നവൻ മരിക്കും, അവന്റെ പ്രാർത്ഥന മരിക്കുകയില്ല. പ്രസംഗിക്കുന്നവരുടെ കല്ലെറിഞ്ഞു കൊല്ലാം, അവന്റെ പ്രസംഗത്തെ കൊല്ലാനൊക്കത്തില്ല. കുവൈറ്റിൽ നിന്നും നിങ്ങളെ നാട് കടത്താൻ പറ്റും, പക്ഷെ ഇവിടെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് ഈ മണ്ണിൽ മരിക്കുകയില്ലെന്നും ആത്മാക്കളായി കാലം കഴിയുമ്പോൾ പുറത്തു വരുമെന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിക്കട്ടെ. പലമുറ കൈമാറി നമ്മുടെ കയ്യെത്തിയ ദൈവത്തിന്റെ വചനം പലമുറകളെ കൈമാറാനുള്ള അവന്റെ സംശയം മാറി. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം പറയാൻ ആളുണ്ടെങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കാം. സ്വത്രം തീർത്ത് പറയുന്നു, നമുക്ക് മരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യണം? വിമാറി കൊടുക്കണം. യോഹന്നാന്റെ സംശയം ഒരു സ്വത്രം പറയും. രണ്ടാമത്തെ ആൾക്കാരാരാ? യോഹന്നാൻ 10:23 പ്രസംഗം കേൾക്കുന്നവരുടെ സംശയം. വിശദീകരിക്കാത്ത സമയത്തിന്റെ കുറവുകൊണ്ടാണ്. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകും. യേശു ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പൊ ആളുകൾ അവന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. യേശു അങ്ങോട്ട് നടക്കുന്നു, അവരങ്ങോട്ട് നടക്കുന്നു. യേശു ഇങ്ങോട്ട് നടക്കുന്നു, യേശു ഏതാണ്ട് കാര്യം ചിന്തിച്ചു നടക്കുന്നു. ഇവര് ചുമ്മാ നടക്കുക ഇല്ല. ജഗതാന കുറച്ചാൾ ആ സമയം പോകുന്നു, ചുമ്മാ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ആ പോട്ടെ. ഒടുവിൽ അവർ തറത്ത് കിട്ടി, എക്സ്ക്യൂസ് മീ, എന്താണ് നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? എന്താണ് ആശിപ്പിക്കുന്ന കാര്യം? നീ ക്രിസ്തുവിൽ സ്പഷ്ടമായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞു എന്റെ പുറകെ നടക്കാൻ, ഞാൻ ക്രിസ്തുവാണെന്ന് പറയാം, എന്റെ പുറകെ നടന്നാൽ എന്ന് പറഞ്ഞു. എന്റെ പുറകെ നടക്കുന്നത് അതാ നമ്മൾ പഠിക്കുന്നത്. ഇവര് യേശുവിനെ പഠിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്നറിയാം, ചില നേരത്ത് നോക്കുമ്പോ ഇവൻ യേശുവാണ്, വെറും യേശു. ആരല്ല? മശഹയല്ല. കതിര് പറിച്ച് തിന്നുന്ന യേശു, അത് യേശുവല്ലേ. പടകിൽ ഉറങ്ങുന്ന യേശു, യേശുവല്ലേ. ശമരിയാസ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശു, യേശുവല്ലേ. അതൊക്കെ യേശുവാണ്. പക്ഷെ പെട്ടെന്ന് ഇടിമിന്നൽ കണക്ക് യേശുവിന്റെ ദൈവത്വം വരുന്ന കണ്ടോളാം. കതിര് പറിച്ച് ഇരുന്നപ്പോഴേ പത്രോസ് ചോദിച്ചു, നാളെ ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഞാൻ പറഞ്ഞാ പറ്റി, ഓ പിന്നെ കതിരും പറഞ്ഞ് വള്ളവും വിട്ട് വരയും വിട്ട് ഈ കതിര് പറിച്ച് ചെല്ലുമ്പോ പെണ്ണുമ്പിളെ സഹിക്കാൻ പറ്റും, അമ്മായിമ്മത്തള്ള അവിടെ ഉണ്ട്. അതാണെങ്കിൽ അമ്മായിമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കല്യാണങ്ങളൊക്കെ പറഞ്ഞ നിർവചനമുണ്ട്. ശരിയല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്നത് 1000 മുറിയുറുമാണ് കട്ടോറുമ്പ്. 1000 കട്ടോറുമ്പാണ് ഒരു തേള്, 1000 തേളാണ് ഒരു മൂർക്കൻ പാമ്പ്, 1000 മൂർക്കൻ പാമ്പാണ് ഒരു അങ്ങോട്ട് ചെല്ലുമ്പോ ചോദിക്കുക, എന്തുവാണ് അല്ലേ പറയാൻ പോയിട്ട് ഏതാ ഭാര്യയ്ക്കും പിള്ളേർക്ക് വല്ലതും ഉണ്ടോ ചോദിക്കത്തില്ലയോ? ഞാൻ ചിലപ്പോ നാളെ വരുള്ളൂ. യോഹന്നാൻ പറഞ്ഞ അങ്ങനെ പറ വാ ലോകത്തിന് വാക്ക് നടക്കും. പിറ്റോസം ചെന്നു കഴിഞ്ഞപ്പം നിങ്ങൾ അവർക്ക് ഭക്ഷ്യപ്പാനം കൊടുപ്പി. അപ്പൊ 10 ദിവസം നടന്ന് ഇന്നലെ കതിരൊഴിച്ച് ഇതുണ്ടായ ബാക്കി തന്നെ നമ്മൾ അന്നും കൂടെ അത് ഓണ വഴി വയല ഒഴുകി കതിരും കിട്ടുകയില്ല. അതുപോലെ ഒരു ബാലകനുണ്ട്, 2 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് വരുത്തി, 2 ലഞ്ച് അന്തരീക്ഷത്തിലേക്ക് അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000 പറഞ്ഞു ഇരിക്കുന്നവർക്ക് കൊടുത്തോളാൻ പറയും.
വിളമ്പോ പത്രോസ് പറഞ്ഞു കുറച്ച് ബാക്കി വെക്കട്ടോ. യോഹന്നാൻ പറഞ്ഞു മിണ്ടായില്ല, കൊടുക്കണം. മൊത്തം കൊടുത്തു. 10-12 വട്ടി നിറച്ചെടുക്കാതെ 7 വട്ടിയിട്ട് ഓരോ ഒട്ടവില ബാക്കി. അത് തലയെ വെച്ച് ചോദിച്ചപ്പം പത്രോസ് പറയാ, ഇന്നലെ ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയണ്ട കേട്ടോ, ഇവൻ യേശുവല്ല, ഇവനാരാ മാത്രം ഇനി ഞാൻ ലീവ് എടുക്കുന്നേ ഇല്ല. ഉണ്ടോ ദൈവത്തെ മാറി മറിയുന്ന കണ്ടോ? ശമരിയ സ്ത്രീയോട് ഇച്ചിരി വെള്ളം തരാം. അപ്പൊ ആ നിപ്പൊക്കെ കണ്ടാൽ ആരാ ഇവൻ? യേശു, വെറും യേശു, മനുഷ്യൻ. പറഞ്ഞോണ്ടിരിക്കും യേശു പറയാ, വൈക്കിട്ടിയോനെ വിളിച്ചോണ്ടാ. പക്ഷേ ഒരു നാളും ദാഹിക്കാത്ത ജീവജലം. എന്റെ അമ്മ, ഇവനാരാ? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ പടകിൽ തലവെച്ച് ഉറങ്ങുന്നു. അയ്യോ, നമ്മൾ എന്റെ സന്ധിക്കുന്ന ഉറങ്ങുന്നില്ല. കടലിളകിയപ്പോ യേശു പറഞ്ഞു അനങ്ങാതിരുന്നോളണം. അപ്പൊ എന്റെ പൊന്നെ, ഇവനാരാ? ഉറങ്ങിയപ്പോ യേശു ഇപ്പോഴാരാ? ഞാൻ തോന്നു പറയാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷനെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഒന്നുകിൽ യേശു ദൈവമല്ലെന്ന് ധൈര്യമായിട്ട് പറഞ്ഞ നരകത്തിലേക്ക് പോകും, ഇല്ലെങ്കിൽ ലേശമെങ്കിലും മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാ, യേശു ദൈവമാണ്. ഈ യേശു ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴേ, ഇപ്പോ യേശു സത്യത്തിൽ ദൈവമാണ്, നീ സ്പഷ്ടമായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമെന്ന് പറയാൻ മേലെ പറഞ്ഞാൽ കുഴപ്പം. നിങ്ങളാണോ ജോയി മാർക്കിൽ പാസ്റ്റർ? അത് നോട്ടീസ് നോക്കി മനസ്സിലാക്കാം. പറഞ്ഞ കാര്യം കേട്ടോ, അതെന്നങ്ങ് പറഞ്ഞാൽ കുഴപ്പം. യേശു പറയുകയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എത്ര വിഷമാണോ ഞാൻ ക്രിസ്തുവാന്ന് പറയാം? ആണ്. എന്താ കാര്യം? ഉത്തരം, ഈ സത്യദൈവം പറഞ്ഞോണ്ട് നടക്കുകയില്ല. അങ്ങനെ ഒന്നിച്ചും ജെയിംസ് എന്തോ ഞാനാണ് സത്യദൈവം, പ്ലീസ്, ഇതൊന്നും ആരും പറയുകയില്ല. യേശു പറഞ്ഞ പിന്നെ എല്ലാവരും വിശ്വസിക്കേണ്ടി വരത്തില്ലേ? സത്യദൈവത്തിന് വേണ്ട, താങ്ങു വേണ്ട, സത്യത്തിന് റെക്കമെൻഡേഷൻ വേണ്ട. ഏത് കല്ലറയിൽ അടക്കി ഇമ്പീരിയൻ മുദ്ര വെച്ചാൽ ഒറ്റയ്ക്ക് പൊട്ടിക്കാൻ കഴിയുന്നവനാണ് സത്യം. അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. കുറച്ച് പേര് വന്നിച്ച് പറയാണ് യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ യേശുവിനെ എല്ലാ നിലയും പൊട്ടി താഴോട്ട് വന്നിട്ട് ഒരു 10 ലക്ഷം വാട്സിന്റെ സൗണ്ടിൽ ഹലോ ഞാനാണ് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. പറയൂ? പറയില്ല. അതെന്താ പറയാത്തത്? പല കാരണങ്ങളാ. ഒന്ന്, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നതും വീട്ടിൽ പോവുകയില്ല. അതല്ല കാര്യം. അങ്ങനെ പോകുന്നത് ആളെ ഗതസമയം ചുമ്മാ നിൽക്ക് പുറത്തെന്ന് വെച്ച് എല്ലാരും കണ്ട ഒരുപോലെ ഇരിക്കില്ല. അവിടെ ഉമ്മയൊക്കെ വെച്ച് കാണിച്ചു, ഇതാണ് ആരെ നിങ്ങൾ നേടുന്നത്? ഞങ്ങള് യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് വന്ന ഞാൻ ആകുന്നു. അടുത്ത വാക്യം എന്താ? പിൻവാങ്ങി നിലത്ത് വീണു. ഞാനാകുന്നു പറയുമ്പോഴേക്കും ആയുധം ധരിച്ചവര് താഴെ വീണ യേശുവിനെ ആയുധമില്ല, കയ്യൊക്കെ വിലങ്ങ് വെക്കാൻ പോവാ. ഞാനാകുന്നു എന്നെ താഴെ വീഴാൻ കാര്യം എന്താ? ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്നതാന്ന് കരുതിയായിരിക്കുന്നത്. എനിക്ക് ആദ്യം തോന്നി ഞഞ്ഞാ പേരായിരിക്കും നല്ലത്. ഞാനാകുന്നു പറഞ്ഞാൽ ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ, ഞാനാകുന്ന ദൈവത്തിന്റെ പേരാണ്. ഇങ്ങോട്ട് വരുന്നവർക്ക് രജിസ്ട്രേഷൻ, പ്രാർത്ഥന ജോലി കൺവെൻഷൻ വരുന്ന രജിസ്ട്രേഷൻ, പിള്ളേരെ വെളി നിൽക്കുക, പേര് ജോലി പറയുക, സാക്ഷി കയറിപ്പോട്ടെ, അതിലിടിയ കയറിപ്പോട്ടെ, പേര് എഴുതി മോട്ടൊന്നും സമയമായി തോന്നുന്നു. പേര് സാറാമ കയറിപ്പോട്ടെ. അപ്പൊ എന്താ പേര്? നരേന്ദ്രമോദി. നോക്കത്തില്ലയോ? നോക്കത്തില്ലയോ? നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്ന് അറിയില്ല. എന്താ പേര്?
നരേന്ദ്രമോദി ഞാനാണല്ലേ. എന്താ കാര്യം? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാണെന്ന്. അതായി നോക്കാൻ കാര്യം. ഞാനാകുന്നു എന്ന് പറഞ്ഞ ഞാനൂലിന്റെ പേരല്ല, നിന്നെ ഉണ്ടാക്കിയ നിത്യതാവിന്റെ പേരാണെന്ന്. നിലത്ത് വീണത് വെച്ചു. നീ ഉള്ള കാര്യം പറ. നീയാണോ ദൈവം? യേശു മിണ്ടിയില്ല. എന്നാ കാര്യം? ഞാനാകുന്ന പറയുമ്പോ ആയുധം ധരിച്ചു താഴെ വീണു. അപ്പൊ പിന്നെ ഇവനോടൊക്കെ ഞാനാകുന്ന അവൻ സിംഹാസനം അടക്കം പുറകോട്ട് വീഴത്തില്ലോ. നാളെ കരുത്തല്ലോ. ഈ മിണ്ടാതിരിക്കുന്ന മനസ്സിലായോ? ഇന്ന് രാത്രി ആരെങ്കിലും വന്നിട്ട് യേശു ദൈവമല്ലെന്ന് പറഞ്ഞാൽ യേശു മിണ്ടത്തില്ല, നീ പോകാതിരിക്കാൻ ഇടയാകും. 2, യേശു അങ്ങനെ പറഞ്ഞു നടക്കത്തില്ലെന്നേ. ഒരാള് പറഞ്ഞാ പോരെന്നേ. ഇവിടെ യേശു ദൈവമാണെന്ന് പറയാൻ യേശു കുറെ പേരെ ആക്കി വെച്ചിട്ടുണ്ടെന്നേ. യേശു ദൈവമല്ലെന്ന് പറഞ്ഞാൽ കസന് ചാടിയതിന്റെ മോനെ, യേശു നിനക്ക് ദൈവമല്ലായിരിക്കും, പക്ഷേ 40 വർഷമായി 50 വർഷമായി എന്റെ ദൈവമാണെന്ന് പറയാൻ സങ്കോചമുള്ളവരെ ഇതിനകത്ത് ദൈവം ആക്കി വെച്ചിട്ടുണ്ടെന്ന്. യേശു സത്യമാണ്. മക്കളെ, സത്യം എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉപദേശം പറഞ്ഞ ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവും. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? 3ഉം 2ഉം എത്രയാണ്? അതാണ് സത്യം. 3ഉം 2ഉം എത്രയാണ്? അതാണ് സത്യം. പിന്നെ ഇത് നോക്കിക്കൊല്ലുന്ന പോലെ നോക്കുന്നത് വിശദീകരിക്കാം. 3ഉം 2ഉം 5 ഇന്നലെ മുതലാണ്, മിനിങ്ങാന്ന് മുതലാണ്, കഴിഞ്ഞ മാസം മുതലാണ്, കഴിഞ്ഞ വർഷം മുതലാണ്. ഈ കണക്ക് മാസ്റ്റർ 3+2=5 എഴുതിയപ്പോഴാണോ 3ഉം 2ഉം 5? അല്ല. ഹൈദരാബാദ് കണ്ടുപിടിച്ചപ്പോഴാണോ 3ഉം 2ഉം? അല്ല. 3ഉം 2ഉം 5 കൊണ്ടാണ് കണ്ടുപിടിച്ചത്. മാറ്റ പഠിപ്പിച്ചു നടക്കുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നാളെ 3ഉം 2ഉം 6 ആകും. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. മൻമോഹൻ സിംഗിനെ കൊണ്ടുവച്ച് നമുക്ക് 3ഉം 2ഉം എന്താക്കാം പോയെങ്കിലും 3ഉം 2ഉം 8ആക്കാൻ നടക്കൂ? ലുട്ടാപ്പില്ല. 3ഉം 2ഉം 8 പൊട്ടിച്ചോ നടക്കുകയില്ല. പറ്റേ 3ഉം 2ഉം 5 ആണെന്ന് ബോർഡ് എഴുതിയ കണക്ക് മാറ്റി ചത്താലും 3ഉം 2ഉം എത്രയായിരിക്കും? അതായി സത്യം. യേശു സത്യമായി ഇന്നലെ മുതലല്ലെന്ന്, മിനിഞ്ഞാന്ന് മുതലല്ലെന്ന്, കഴിഞ്ഞ മാസം മുതലല്ലെന്ന്. കുറെ വ്യക്തിക്കുറിച്ച് യേശു സത്യമാണെന്ന് പറയുന്നത് കൊണ്ടല്ല യേശു സത്യമായത്. അവൻ സത്യമായത് കൊണ്ടാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നാളെ യേശു സത്യമായിരിക്കും. ഞങ്ങളെ തല്ലിക്കൊന്നാലും യേശു സത്യമായിരിക്കും. അവരുടെ സംശയമാണ്. ഇതൊക്കെ വെളിപ്പാട് കിട്ടിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ് തേച്ച് പഠിപ്പിക്കാത്ത വിഷയമല്ല അത്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ കണ്ടോ. ദൈവോപദേശയുടെ സംശയം മാറി. വ്യാഖ്യാനം ഒന്നും പറഞ്ഞില്ല, കറക്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കും. പ്രസംഗം കേട്ട ഒരു സംശയം, കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? നീ ക്രിസ്തുവാണോ? ആണെങ്കിൽ പള്ളിന് ഞെട്ടിട്ട് പോരായിരുന്നു. അതായി പറയുന്നത്. കാരണം അന്നൊരു നിയമമുണ്ട്, യേശു എന്ന് ആർക്കും പറയാം, പക്ഷെ ക്രിസ്തു എന്ന് പറയാൻ പാടില്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറച്ചനാക്കും വചനമുണ്ട്, പള്ളി പുരുഷനാകണം. അപ്പൊ ഇവര് യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പള്ളിയിൽ നിന്ന് പുറത്തായാൽ അവസാനം യേശു പറയാണ് ഞാൻ ക്രിസ്തു ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പള്ളി കയറണ്ടേ. അപ്പൊ ഒരു ഉറപ്പിന് വേണ്ടി ചോദിക്കുന്നത്, നീയാണോ ക്രിസ്തു? ആണെന്നങ്ങ് പറയുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇട്ടേച്ച് പോരാമല്ലോ എന്ന് എഴുതിയ. അങ്ങനെ ഒന്നും ഇട്ടിച്ച് പോരണ്ട. ഉറപ്പുണ്ടെങ്കിൽ പോന്നേച്ചാ മതി. അല്ലേ? നമ്മളൊക്കെ ദൈവോളജി പഠിച്ചിട്ടാണോ രക്ഷിക്കപ്പെട്ടത്? ഒന്നുമല്ല. യേശു ദൈവമാണെന്ന് ഒറ്റ വെളിപ്പാട് അതിന്റെ പുറകെ പോകുന്നു. എന്തെല്ലാം ബുദ്ധിമുട്ടും ഇപ്പോഴാണ് അതങ്ങ് തേഞ്ഞു മാഞ്ഞ് ക്ലിയർ ആയത്. ഇന്നല്ലേ കാര്യങ്ങൾ? കല്യാണം കഴിച്ചവരെ കൊണ്ടുവന്നെടുത്തും നിന്റെ വലത്ത ഭാഗത്ത് നിൽക്കുന്ന പുരുഷനെ നിന്റെ വിവാഹ ഭർത്താവായി ചെയ്യിപ്പാൻ സമ്മതമാണോ? ആ ഒറ്റ ചോദ്യത്തിൽ 10-35 ചോദ്യമില്ലേ? ഉണ്ട്. അവന്റെ അപ്പനെ അപ്പനായി ചെയ്യിപ്പാൻ സമ്മതമാണോ? അതല്ലതില്ലേ? ഉണ്ട്. അവന്റെ അമ്മയെ അതിനെ അമ്മയായിട്ട് സ്വീകരിപ്പാൻ സമ്മതമാണോ? അതിനകത്തില്ലേ? ഉണ്ട്. കാരണന്മാര് പ്രായമാരെ മലമൂത്ര വിസർജനം എടുത്ത് അവർ നോക്കാൻ നിനക്ക് സമ്മതമാണെന്ന് അതിനകത്തില്ലേ? ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇല്ലേ? ഉണ്ട്.
അവന്റെ മക്കളെ പ്രസവിക്കാൻ ഇഷ്ടമാണോ എന്ന് അതിനകത്തില്ലേ? ഉണ്ട്. അവന്റെ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിരിക്കുന്ന വസ്തുവകൾ നിന്റെ പേരിൽ കൂട്ടി കരം തീർത്ത് കൈവശം രസീത് വെക്കാൻ സമ്മതമാണോ എന്ന് അതിനകത്തില്ലേ? അത് കണ്ടുകൊണ്ടാവുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടെന്നാലും ഇല്ല. ഇതെല്ലാം കൂടെ ചോദിച്ചാൽ പെണ്ണ് മക്ബഹ വഴി ചാടി വീട്ടോട്ട് പോകും. ഒറ്റ ചോദ്യമുള്ളൂ, നീ ഇവന്റെ മക്കളെ പ്രസവിക്കുന്ന കാര്യം ഓർക്കണ്ട, നീ വേറെ ഒന്നും ഓർക്കണ്ട, ഇവനെ മുഖത്തോട്ട് നോക്കു വെച്ച് കയ്യെ പിടിച്ച് കൊണ്ടു നടക്കാൻ കൊള്ളാവുന്ന അത്രയല്ലേ നിങ്ങളൊക്കെ വിശ്വസിച്ചു. അല്ലാണ്ട് നാടൻ വീട് എല്ലാം കൂടെ കണ്ടേച്ചാണോ? അത്രയേ ഉള്ളൂ യേശുവിനെ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രി യേശു അടുത്ത് നിൽക്കുന്നുണ്ട്. എത്ര തകർന്ന ജീവിതമാണെങ്കിലും കരുത്തനായ ദൈവമാണെന്ന് വിശ്വസിച്ച് ഇനിയുള്ള ജീവിതം ഇവൻ നടത്തിക്കോളുമെന്ന് വിശ്വസിച്ച് ഉറപ്പുണ്ടെങ്കിൽ കരമങ്ങോട്ട് കൊടുക്കുക. കേട്ടിരിക്കുന്നല്ലേ? ഒരു കാര്യം കൂടെ ഉണ്ട്. 9 മണിയാകാൻ 1 മിനിറ്റ്. അതെന്താ അടുത്ത കാര്യം? സമയമില്ല. 1 യോഹന്നാനെ മനസ്സിലായി. 2 കേട്ടവർക്ക്. 3 ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതോടെ പറഞ്ഞു നിർത്താം. മർക്കോസ് 4:36 മുതല സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോവുകയാണേ. പോയപ്പോ യേശു 4-ാം അധ്യായം അവസാന പാരഗ്രാഫ് 36 കാറ്റും കടലും കൂടെ ഇവനെ ആ ഭാഗമാണ്. അത് ഞാൻ വായിപ്പിക്കുന്നില്ല, സമയം നടക്കണമല്ലോ, ശ്രദ്ധിച്ചാൽ. കയറിയ പാടെ യേശു എന്ത് ചെയ്തു? ഉറങ്ങാൻ കാരണം സന്ധിക്കാരിൽ ഉറങ്ങുമോ? സന്ധിക്ക് ഉറങ്ങുന്ന ഒരേ കൂട്ടം ബന്ധുക്കുസാര കാരണം യോഗം സന്ധിക്ക് കൊടുക്കുന്നു. അന്നേരം വരെ നോക്കിച്ച് ഉറങ്ങാം. ഇതിലേക്ക് വീട്ടിൽ ചെന്ന് 1 മണിക്കായാലും ഉറങ്ങുകയില്ല. അരി കടപ്പത്തിട്ടില്ല എന്നിട്ട് പക്ഷെ ഇവിടെ ഇരുന്ന് ഉറക്കാം. അപ്പൊ യേശു എന്താ ഉറങ്ങാൻ കാരണം അത് പറയാം. പടയിൽ എത്ര പേരുണ്ട്? 12 പേര്. അവരെങ്ങനെയാ ഇരിക്കുന്നത്? പത്രോസ് വന്നപ്പോഴേ നോക്കി യോഹന്നാൻ അവിടെ ഇരിക്കുന്നു. അവിടെ പോയിരിക്കും. അവനവരുടെ മനസ്സിന് യോജിച്ചവരെടുത്ത് അവിടെ പോയിരിക്കുള്ളൂ. ശരിയാണോ? നിങ്ങൾ അവിടെ ഇരിക്കണം നോക്കിയിട്ടാണ്. വാലുള്ള ഒരുമ്പ് നോക്കും. കൊച്ചമ്മണി അവിടെ ഇരിക്കുന്നു. എന്തിനാ? അടുത്ത് പോയിരിക്കാനും തോട്ടാനും ചോട്ടാനും ഒന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട് ഈ ആളെ നോക്കുന്നേ. അപ്പൊ യേശു നോക്കി 12 പേര്. ഈ 12. യേശു ആദ്യം പത്രോസിനെ യോഹന്നാനെ നോക്കി. പത്രോസ് യോഹന്നാൻ എന്ന് പറയുന്നു. യോഹന്നാനെ ഇതോ കിടുക്കൻ സാധനം. ആ അപ്പമൊക്കെ ഇടുന്നതിന്റെ പോലെ യോഹന്നാനെ എന്നോ നമ്മുടെ യേശു മുതകാടിനെ വെയ്യും. യോഹന്നാൻ പറഞ്ഞു, എന്നെ വന്നുവെച്ചാൽ ഞാൻ അപ്പമല്ല കൊട്ടയാണോ? എത്ര കൊട്ടയ പിന്നെ വന്നു? സാമ്രാജ്യത്തെ യേശു കടത്തിവിട്ടു. ഇവർ രണ്ടുപേരും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. യേശുവിനോടൊന്നും പറയുന്നില്ല. എല്ലാം പിടിക്കുന്നുണ്ടോ? മനസ്സിലായി? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ആരും പറയുന്നില്ല. ഫിലിപ്പോസിന്റെ കൂട്ടുകാരൻ ആരായിരിക്കും? യൂദ. എന്താ കാര്യം? ഫിലിപ്പോസിന്റെ കയ്യിലാണ് കാൽക്കുലേറ്റർ, മറ്റൊരു കയ്യിലെ സ്വന്തം കാഴ്ചപാത്രം. അപ്പൊ അവർ രണ്ടും കൊണ്ട് തോന്നി വലവുക ചെലവുക ഇല്ലക. ഇതൊക്കെയാണ് അവർ ചിന്ത. അവർക്കും ആരെ കുറിച്ച് പറയാനുണ്ട്? യേശുവിനെ കുറിച്ച്. ആരോട് പറയാനില്ല? ദൂത് പറഞ്ഞോട്ടെ. ഇന്ന് ഒത്തിരി പേർക്ക് യേശുവിനെ കുറിച്ച് പറയാനറിയാം. പാട്ടുപാടാനറിയാം, പ്രസംഗിക്കാനറിയാം. എന്നെ പ്രസംഗിക്കുക. ജോലിമാരെങ്കിലേ നീ യേശുവിനോട് വല്ലതും സംസാരിക്കാറുണ്ടോ? പാട്ടുകാരെ, നിങ്ങൾ തകർത്ത പാട്ടുകൾ യേശുവിനോട് വല്ലതും സംസാരിക്കാറുണ്ടോ? സഭയിൽ ഭയങ്കര കമ്മച്ചിയാ. എന്നാ കമ്മച്ചി? അതൊന്ന് വീണോ ഇങ്ങനെ നിങ്ങൾ വല്ലതും ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന വല്ല ആളുകളാണോ? ആണോ? ഒരു കാര്യം കുറിച്ചിട്ടോ മനസ്സിനകത്ത്, പടകിനകത്ത് യേശു ഉള്ളത് കൊണ്ട് കാറ്റ് വരില്ലാതെ വിചാരിക്കരുത്. ഉറക്കിയ കുറ്റം സമ്മതിച്ചേ പറ്റൂ. സഭകളിൽ യേശു ഉറങ്ങുന്നു, കുടുംബങ്ങളിൽ യേശു ഉറങ്ങുന്നു, ആളുകളുടെ ജീവിതത്തിൽ യേശു ഉറങ്ങുന്നു. ഉറങ്ങിയ തക്കത്തിന് കാറ്റ് വരുന്നു. കാലം പിടികിട്ടിയോ? അവൻ ആടുന്ന പടകിന്റെ അർത്ഥം നീ വരുത്തിയ കാറ്റ. യേശുവിനെ ഉറക്കിയതാ കുറ്റം. ഉണർത്തണം ഇന്ന് രാത്രി. യേശുവിനെ ഉറക്കുന്ന ഒരു പടകം അധികം തെക്കോട്ട് പോകത്തില്ല. ആടും. അവൻ യേശുവിനെ വിളിക്കുന്ന രംഗം. യേശുവെ, ഞങ്ങൾ
യേശു നിനക്ക് കടലിന്റെ ശബ്ദം പോലത്തെ ശബ്ദമല്ലേ യേശുവിന്റെ ശബ്ദം ആന്നു. തിരമാല അരയ്ക്കുമ്പോഴിൽ യേശു എഴുന്നേക്കേണ്ടത് അതെ, പക്ഷെ എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങുക. തിരമാലകളുടെ ശബ്ദത്തിന് പോലും ആർത്തലച്ചിട്ട് യേശുവിന് ഉറക്കം വിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. പക്ഷേ 12 ശിഷ്യന്മാരെ ആത്മഭാരത്തോടെ കൈകൾ കോർത്തു പിടിച്ച് ചാകുന്നതിന് മുമ്പ് നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ എന്ന് ചോദിച്ചപ്പോ ചാരി എഴുന്നേറ്റു. ഇന്ന് രാത്രി ദൂത് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ഈ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകും മുൻപ് എന്നെ കുറിച്ച് നിനക്കൊരു വിചാരമില്ലേ കർത്താവേ എന്ന ഒരൊറ്റ വാക്ക് ചോദിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്ന യേശു ഉണർന്ന് നിന്നെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന, നിന്റെ തലയ്ക്ക് മുകളിൽ പെരുവെള്ളം പോലെ കവിഞ്ഞു വരുന്നതിനെ കാൽ ചുവട്ടിൽ അമർത്തുവാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ സഭയിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥനാ ധ്വനിയിൽ എഴുന്നേൽക്കട്ടെ, കുവൈറ്റിൽ എഴുന്നേൽക്കട്ടെ, യേശു പാലയിൽ എഴുന്നേൽക്കട്ടെ. അവൻ കാറ്റിനെ ശാന്തമാക്കുന്ന ദിവസത്തെ യോഗമാണ്. ഞാൻ വേറെ ആരെയും കുറിച്ച് പറഞ്ഞില്ല. 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന യേശുവാണ് ദൈവം. ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നടന്നില്ല എന്ന് കരുതി പ്രാർത്ഥന മുടക്കരുത്, യേശുവിനെ സംശയിക്കരുത്. കേട്ടാലും കേട്ടില്ലെങ്കിൽ അവൻ ദൈവമാണ്. ഈ ചൂടിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും നമസ്കരിക്കത്തില്ല. മനസ്സിലായില്ലെന്ന് കരുതി പിന്മാറിപ്പോകരുത്. എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ ശാന്തമായി ധ്യാനിക്കൂ. വചനത്തിന്റെ വഴികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച മർമ്മങ്ങൾ, ചാരം മൂടിയ തീ കണ്ണടക്കിയ ദൈവത്തിനൊക്കെ വെളിപ്പെടുത്തി തരും. ആടുന്ന പടകളിൽ യേശുവിനെ ഉണർത്തുക. നമ്മളെല്ലാവരും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനെ കേട്ടല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പേ ജസ്റ്റ് ഒരു ഒറ്റ വാക്ക് ഞാനൊന്ന് നന്ദി പറഞ്ഞോട്ടെ. ഈ ഒരു അവസരത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ അറേഞ്ച് ചെയ്യുവാൻ ദൈവം തന്നെ നല്ലൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠദാസം പക്ഷെ ജോയ് പാറയ്ക്കൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ദൈവജനം നമ്മളോട് പറഞ്ഞ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവനദാസന് നന്ദി പറയുന്നു. ദൈവധാരമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഹോള് കർത്താവനദാസും സജീവാസും ഈ ദൈവസഭയും അതിനെ കാണിച്ച മനസ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവധാരമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തത്, വീഡിയോ റെക്കോർഡ് ചെയ്തത്, അതുപോലെ എല്ലാവരെയും ഇതിന് സഹകരിച്ച കോയർ മെമ്പേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വീഴ്ചാപ്പിന്റെ എല്ലാ ഭാരവാഹികൾ ഇതിനെ പുറകിൽ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം എല്ലാത്തിനും ദൈവം നിങ്ങൾ പ്രതിഫലമായി ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് മഹത്വം, ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹത്തിന്റെ കാരണമായി മാറുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കൺക്ലൂഷൻ പ്രയറിന് വേണ്ടി ഇപ്പോൾ കർത്താവനദാസം പാസ്റ്റർ സുരേഷ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. കേട്ട വചനത്തിന് മുമ്പ് കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ നീ അനേക സ്ഥലത്ത് അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ പ്രാർത്ഥനയുടെ ഈ ഒരു കൺവെൻഷൻ ഇത്രത്തോളം ദൈവം വിജയകരമായി നടത്തിയതായി നമ്മൾ എല്ലാവരും പ്രാർത്ഥനയായിരിക്കും. കർത്താവനദാസൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ തലകൾ വണങ്ങി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവാം ദൈവം അനുഗ്രഹമായ നല്ല രാത്രിയായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രി വേളയിൽ കർത്താവേ അപ്പന്റെ വാദപിടുത്തിലേക്ക് എടുത്തു വരുവാനും ദൈവമേ ഇവിടുത്തെ ആലോചന കേൾക്കുവാനൊക്കെ കർത്താവേ ഇവിടുത്തെ ജനത്തോട് നെടിയാക്കി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവിന് മുഖാന്തരമായി തീർന്ന കർത്താവേ സ്തോത്രം പ്രാർത്ഥന ചെയ്യുന്ന അമീനി കൂട്ടായ്മ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേകർക്ക് അനുഗ്രഹമായി കർത്താവെ ആശ്വാസമായി ദൈവത്തിന്റെ വചനമാലിനെ മാറ്റമില്ലാതെ വിളിച്ചു പറയുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം ഈ കൂട്ടായ്മയെ ഇവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി കിടന്നു വന്ന അങ്ങയുടെ വിശുദ്ധദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ സ്തോത്രം ക്രിസ്തു ആമേ ആമേ സ്തോത്രമല്ലേ ഓരോ വിധത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിന്റെ ആഴങ്ങൾ സംശയങ്ങൾ ഹല്ലേലൂയ ആമേ സ്തോത്രം വിതയ്ക്കപ്പെട്ട സ്ഥാനത്തെല്ലാം കർത്താവേ ആമേ യേശു ക്രിസ്തു മാത്രമല്ലേ കർത്താവിനെ വെളിപ്പെടുത്തുന്നേ
സത്യദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹാലേ ഭയം കൂടാതെ ലജ്ജ കൂടാതെ കർത്താവ് ഇറങ്ങി തിരിച്ചത് ഹാലേലൂയ ഉന്നതനായ ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കിയാണെന്ന തിരിച്ചറിവോടുകൂടി യാത്ര ചെയ്യുവാൻ കടന്നുവന്ന ഓരോ ജനത്തെയോട് നെടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങൾ നൽകിയ മനോഹരമായ കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിന്റെ പിതാവേ. നമുക്ക് ആശീർവാദം പറയാം. May the grace of the Lord and Savior Jesus Christ, the love of the Father and the fellowship of the Holy Spirit abide with us from now and forevermore. Amen. നമ്മുടെ കുഞ്ഞാടിന്റെ മഹത്വം.